Good evening, everyone. Good evening. What better day than International Yoga Day to begin a conversation on waking up to wellness and taking charge of your health? ഇതിലും നല്ല ദിവസം വേറെ ഏതാ നമുക്കുള്ള അല്ലെ? നമ്മുടെ വെൽനെസ്സിനെ പറ്റി സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയത്. അറിയാഞ്ഞോ അറിയാണ്ടയോ ഇതൊരു കോയിൻസിഡൻസ് ആയിരുന്നു, ബട്ട് ഇറ്റ് ഇസ് നമുക്ക് എന്തായാലും നല്ലൊരു സ്റ്റാർട്ടിനുള്ള ഒരു ദിവസം നമുക്ക് കിട്ടി. ഓക്കെ, സോ ഗുഡ് ഈവനിങ് and a warm welcome to today's webinar on wellness and lifestyle habits. Let's all wake up to wellness. എല്ലാവരും എനിക്കറിയാം നല്ല തിരക്കുള്ള സമയങ്ങളാണ് എല്ലാവർക്കും. അവരുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് വളരെ വിലപ്പെട്ട അവരുടെ സമയം, അതിലും വിലപ്പെട്ട അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ ഒരു ചെറിയ സെഷൻ അറ്റൻഡ് ചെയ്യാനായി പല മേഖലകളിൽ ആൾക്കാർ ഇന്ന് ഒരു 7 മണിക്ക് ഒരുമിച്ച് കൂടിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വെരി വെരി വാം വെൽക്കം ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ്. അപ്പൊ നമ്മൾ ഇതൊരു അതിന്റെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടായിരിക്കും പോണത്. പക്ഷെ നമ്മൾ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്തേക്കുക, കാരണം ഡിസ്റ്റർബൻസ് ആവണ്ട. ചാറ്റിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിനൊരു യെസ് ഓർ നോ നമുക്കൊരു ലൈവായിട്ട് വെക്കാൻ, അല്ലെങ്കിൽ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് വിൽ ബി നൈസ് ഇഫ് യു ജസ്റ്റ് ഗിവ് തംസ് അപ്പ് ഓർ എന്താ പറയുക, ഞാൻ പറയുന്ന ഒരു യെസ് ഓർ നോ ഒക്കെ നമ്മുടെ ചാറ്റിൽ കൂടെ പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. സോ ഐ ക്യാൻ നോ വാട്ട് ഇസ് ഓൺ ദി അതർ സൈഡ്. നിങ്ങൾക്ക് അത് മനസ്സിലാവണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, എനിക്കിപ്പോ നിങ്ങളൊക്കെ സിറ്റി ഏതാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വന്നേക്കണേന്നുള്ളത് ഒന്ന് നിങ്ങളുടെ ചാറ്റിൽ ഇടാമോ? നമുക്കൊരു ഐറ്റമിലെ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവരിങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു വെയിറ്റ് ഫോർ എനി വൺ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ എവിടെ നിന്നൊക്കെയാണ് വരണേന്നുള്ളത് ഒന്ന് നിങ്ങളുടെ സ്ഥലങ്ങളൊന്ന് ഇടാമോ ചാറ്റിൽ? നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇട്ട്. ബാംഗ്ലൂർ, വെരി ഗുഡ്, ഫ്രം ബാംഗ്ലൂർ ഉണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്? മൂവാറ്റുപുഴ, ഓക്കെ, ഗുഡ് ഗുഡ്. തൃപ്പൂണിത്തുറ, എരൂർ, വെരി ഗുഡ്. തൃപ്പൂണിത്തുറ, ഓക്കെ, ഫൈൻ ഫൈൻ. തൃപ്പൂണിത്തുറ ആൾക്കാരുണ്ട്. ബാംഗ്ലൂർ, കളമശ്ശേരി, ഗുഡ് ഗുഡ്. അപ്പൊ നമ്മൾ ആലുവ, ഓക്കെ. അപ്പൊ ഇങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. കാനഡ, വെരി ഗുഡ് വെരി ഗുഡ്. സംബഡി ഫ്രം കാനഡ ഇസ് അബുദാബി, തിരുവല്ല, പട്ടാമ്പി, ദെൻ പാലസ് ഓർച്ചർ, സംബഡി ഫ്രം മൈ ലേ ഔട്ട്. ആരോ ഇതിന്റെ ഉള്ളിൽ നിന്നുണ്ട്, അതാണ് വൈപ്പിൻ. ദെൻ അങ്ങനെ കുറച്ച് പേര് വരുന്നുണ്ട്. എറണാകുളം, ഗുഡ് ഗുഡ്, നല്ല കാര്യം. അപ്പൊ നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എല്ലാവരും നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ജസ്റ്റ് ടു നോ അബൌട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിത് ഇവിടെ പുതിയതൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഷെയർ ചെയ്യണു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കുക. ഇവിടെ നമ്മളിവിടെ ഒന്നും പഠിക്കാനോ ഒന്നും പഠിപ്പിക്കാനോ ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾക്കില്ല. നിങ്ങൾ ജസ്റ്റ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ ഒന്ന് റീതിങ്ക് ചെയ്യുക, നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്രേ നമ്മളിവിടെ ചെയ്യുള്ളൂ. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണെന്ന് മാത്രം. അപ്പൊ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ സെഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണു. ആൻഡ് ദ സെഷന് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് വേക്ക് അപ്പ് ടു വെൽനെസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, വേക്ക് അപ്പ് ടു വെൽനെസ് ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളെല്ലാവരും ഒന്ന് ഉണരണം, വെൽനെസ്സിലേക്ക് നമ്മൾ ഉണരണം. അപ്പൊ ഇതിനകത്ത് മുമ്പോട്ട് പോണതിന് മുമ്പ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇപ്പൊ കുറച്ച് പേർക്ക് എന്നെ അറിയാം, കുറെ പേർക്ക് ഞാൻ പുതിയതാണ്. സോ മൈസെൽഫ് ഇസ് വിധു ഹരിദാസ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ്. ഓക്കെ, ഫൈൻ. ഞാൻ ഒരു നിങ്ങളെയൊക്കെ പോലെ തന്നെ സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ച് സാധാരണ ഒരു വീട്ടമ്മയായിട്ട് മുമ്പോട്ട് പോണു. ഞാനിവിടെ ഒരു ഡോക്ടറല്ല, ഞാനിവിടെ ആരെയും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, ഒരു മെഡിക്കൽ അഡ്വൈസ് ഞാനിവിടെ തരുന്നില്ല. ഞാൻ ഇവിടെ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് റിമൈൻഡിങ് അവർ സെൽഫ്, എന്താ കുറച്ച് ചെറിയ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അത് നമ്മുടെ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും നമുക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഒരു ജേർണി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം എ ഹോം മേക്കർ ടു എ ന്യൂട്രീഷനിസ്റ്റ് ഇൻ മൈ മിഡ് ലൈഫ്. ഞാൻ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് യങ് ഏജിൽ വന്നതൊന്നും അല്ല. എൻ്റെ ഒരു മിഡിൽ ഏജിലാണ് ഞാൻ ന്യൂട്രീഷൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നത്. അതായത് സാധാരണ ഏതൊരു ആൾക്കാരെയും പോലെ അത്ര വലിയ ശ്രദ്ധയൊന്നും ആരോഗ്യത്തിന് കൊടുക്കാണ്ട് നമ്മൾ ഒരു നോർമൽ ലൈഫ് നമ്മൾ ലീഡ് ചെയ്തു. വലിയ വലിയ ശ്രദ്ധകളൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ആരോഗ്യത്തിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സമയം വരും അല്ലെ? നമ്മുടെ ശരീരം നമ്മളോട് കുറെ കാലമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. പക്ഷെ നമ്മൾ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒരു മിഡിൽ ഏജ് ഒക്കെ ആവുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കുറച്ചും കൂടെ ഉറക്കെ കേൾക്കാൻ തുടങ്ങും, അല്ലെ? നമുക്ക് ഒച്ചത്തിലാവും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ആ സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കൊടുത്തു തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഞാനും എന്റെ ശരീരത്തിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തുടങ്ങി. അതുവരെയുള്ള ലൈഫ് എന്തായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാലും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോന്നൽ വന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി പഠിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഐ ടുക്ക് എ ന്യൂട്രീഷൻ ഡിപ്ലോമ, നാഷണൽ ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ അക്കാഡമിയുടെ ഡിപ്ലോമ ഞാൻ എടുത്തു. ആൻഡ് അതിനകത്ത് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണത് തൈറോയിഡ്, PCOD, CVD, അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡയബറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ചാലഞ്ചസ് ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു ഓൺകോളജി ന്യൂട്രീഷൻ, അത് ഇന്നൊരു വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ വേണം എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺകോളജി ന്യൂട്രീഷൻ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അപ്പം സോ ഐ ടുക്ക് എ ന്യൂട്രീഷൻ സർട്ടിഫിക്കേഷൻ ഇൻ ഓൺകോളജി ന്യൂട്രീഷൻ. ആൻഡ് ഇങ്ങനെയാണ് എൻ്റെ ഒരു ട്രാൻസിഷൻ ഫ്രം എ ഹൗസ് വൈഫ് ടു ഒരു ന്യൂട്രീഷൻ എന്നുള്ളതിനകത്തേക്ക് ഞാൻ വന്നത്. ഇതൊക്കെ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണോ നമ്മൾ ശരീരത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനെ കൊണ്ടു നടക്കണേ, അതാണ് നമ്മുടെ ആരോഗ്യം തീരുമാനിക്കണേ, റൈറ്റ്? അപ്പം നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നാളും നമ്മുടെ ലൈഫ് എങ്ങനെയാ കൊണ്ടുപോയിക്കണേ എന്നുള്ളത് നമ്മളെല്ലാവരും വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് കൊണ്ടുപോയിക്കണം? ഒരു എസ് ഓർണോ, ഒരു തംസ് അപ്പ് ഇട്ടോളൂ, അല്ലെങ്കിൽ ഒരു തംസ് ഡൗൺ ഇട്ടോളൂ, അല്ലെങ്കിൽ യെസ് ഇട്ടോളൂ, അല്ലെങ്കിൽ ഒരു നോ ഇട്ടോളൂ. ഇതുവരെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത്. ഓക്കെ. ഓരോച്ചിന് നമ്മൾ യെസ് ഓർണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ആവും, നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഞാൻ ശ്രദ്ധിച്ചിരുന്നോ, അതോ ഞാൻ ഇനി ശ്രദ്ധിക്കാൻ പോണേ ഉള്ളൂ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം നമ്മൾ ട്രീറ്റ് ചെയ്യണതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ആരോഗ്യമുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ എണീറ്റ് നടക്കണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ രണ്ട് കൈയും കാലും അനങ്ങണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുള്ളൂ. കാരണം അത്രത്തോളം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിനെ നമ്മൾ അത്ര കെയർലെസ് ആയിട്ടാണ് മിക്ക ആൾക്കാരും കാണുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ ആരോഗ്യം ഇന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽസിന് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റില്ലേ, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റുമല്ലോ. ഇതാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇസ് ക്രിയേറ്റിംഗ് ഡിസീസസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടിട്ട് ഈ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് ഡിസീസ് ഇല്ലാണ്ട്, നമ്മൾ പറയില്ലേ എന്താ കുത്തിയ പാമ്പിനെ കൊണ്ട് വിഷമിപ്പിക്കാൻ പറഞ്ഞാല്, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് എന്തുകൊണ്ടിട്ട് ഡിസീസ് ഇല്ലാണ്ടും ആക്കാം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഇന്ന് വരെ നമ്മൾ എന്താണോ നമ്മൾ നോക്കേണ്ട കാര്യമല്ല, ഇന്നലെ വരെ എന്തായിരുന്നു അത് പോട്ടെ. അത് ഇനി നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളതിന്റെ ഫുൾ തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് ആ ഫുൾ തീരുമാനം ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താക്കോല് നമ്മുടെ കയ്യിലല്ലേ? ആ താക്കോല് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള ഫുൾ റൈറ്റ് നമ്മുടെ കയ്യിലല്ലേ? അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആരോഗ്യത്തിന്റെ താക്കോൽ ഏറ്റെടുത്താൽ, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് ഇത് കംപ്ലീറ്റ്ലി പോയി വേറെ ആരുടെയോ കൺട്രോളിലാവും നമ്മുടെ ആരോഗ്യം. അവിടെ നമ്മൾ നിസ്സഹായനായിട്ട് കണ്ടു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. വി ആർ ടോട്ടലി ഹെൽപ്ലെസ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് ഡിസീസ്. നമ്മൾ ഈസ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വളരെ നല്ല രീതിയിൽ ഇരിക്കുന്നു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഈസ് ആയിട്ടിരിക്കുന്നു, വി ആർ ഹെൽത്തി, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വെൻ വി ആർ നോട്ട് അറ്റ് ഈസ് എന്ന് പറയുന്നത്, നമ്മൾ നല്ലൊരു കണ്ടീഷനിലല്ല ഇരിക്കണം. എല്ലാ രീതിയിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ബോഡി ഏറ്റവും നല്ലൊരു കണ്ടീഷനിലല്ലെങ്കിൽ യു കോൾ ഇറ്റ് എ ഡിസീസ്. ഈസിന്ന് മാറി ഡിസീസ് എന്ന് പറയുന്നു. നമ്മുടെ ഹാബിറ്റ്സ് ആണ് നമ്മുടെ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഹാബിറ്റ്സ് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പല ഹാബിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹാബിറ്റ്സ് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് ഹെൽത്ത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഹെൽത്തിനെ കെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെക്ടറിനെ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്യണ സെക്ടറിനെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് നമ്മൾ അറിയണം. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഹോസ്പിറ്റൽസ്, എന്തൊക്കെയാ, ഡോക്ടേഴ്സ്, ലാബ്സ്, എക്സ്റേസ്, സ്കാനിങ് സെന്റേഴ്സ്, ഇതൊക്കെ ഹെൽത്ത് കെയർ ആണ്. അതെങ്ങനെ ഹെൽത്ത് കെയർ ആവണേ? നമ്മൾ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും അസുഖം വന്ന് പോണ സ്ഥലമല്ലേ? അത് ഹെൽത്ത് കെയർ ആണോ, ഇൽനെസ് ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ സിക്നസ് ഇൻഡസ്ട്രി ആണോ? അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പെൺകുട്ടി കൈ കാണിച്ച് നിൽക്കണുണ്ടോ? ഐ ആം ഹെൽത്തി, ഐ ഡോണ്ട് ഗോ ദർ, എനിക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഹൂ ഇസ് ഗോയിങ് ദർ?
അവിടെ പോകുന്ന ആൾക്കാർ ഏതാ? സിക്നസ് വന്ന ആൾക്കാർ, വയ്യാണ്ട് വരുന്ന ആൾക്കാർ. അപ്പൊ എവിടെയോ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരു സിക്നസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ഉണ്ട്, ഒരു അങ്ങേരുടെ ബുക്കിനകത്ത് വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ അയാളുടെ പേര് പോൾ സെയിൻസ് പിൽസർ എന്നാണ്. അങ്ങനെ എഴുതി ഈ ഹെൽത്ത് കെയർ, ഈ സിക്നസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് തെറ്റിദ്ധരിച്ചേക്കണം. വാക്ക് തെറ്റിദ്ധരിച്ചു പോയിക്കണം. ഇറ്റ് ഇസ് ആക്ച്വലി ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ല, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ടാണ് അങ്ങനെ പറയേണ്ടത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എവിടെയോ തെറ്റിപ്പോയതാണ്. അവിടെ എന്ന് വെച്ചാൽ അത് ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ, നമുക്ക് ഒരു അസുഖം വന്നാൽ നമുക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കിട്ടുന്ന സ്ഥലമാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു അസുഖം വന്നിട്ട് പോയാൽ പോരെ? ആ അസുഖം വന്നാൽ ഒരു ICUലോ ഒരു വെന്റിലേറ്ററിലോ ഒരു ആശുപത്രി ബെഡിലോ നമ്മൾ പോയി കിടക്കുന്നത് സന്തോഷിച്ച് തുള്ളിച്ചാടി ഭയങ്കര ഹാപ്പി ആയിട്ടാണോ? ഒരിക്കലും അല്ല, അല്ലെ? നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത്. സോ ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നത് എന്തുകൊണ്ടിട്ട്? നമ്മൾ എങ്ങനെയാണ് ആ സിക്നസ് ഇൻഡസ്ട്രിയെ നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് തെറ്റിദ്ധരിച്ചു. പിന്നെ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് ഞാൻ എത്തുന്നത് എന്റെ ലൈഫ് സ്റ്റൈൽ, എന്റെ ഹാബിറ്റ്സ് ആണ് എന്നെ ഓരോ രീതിയിലേക്ക് എന്റെ ബോഡിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു സിക്നസ് ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഹെൽത്ത് അതൊന്നും അല്ല. ദെൻ വാട്ട് ഇസ് ഹെൽത്ത്? നമുക്ക് ഹെൽത്ത് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അപ്പൊ ഹെൽത്ത് എന്നാൽ എന്താണെന്ന് വെച്ചാൽ, വിശദമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരം ട്രില്യൺസ് ഓഫ് സെൽസ് ആണ്. കോശങ്ങൾ കോടാനുകോടി കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ശരീരം. എല്ലാ ദിവസവും നൂറുകണക്കിന് സെൽസ് നശിക്കുന്നുണ്ട്, നൂറുകണക്കിന് സെൽസ് പുതിയതുണ്ടാവുന്നുണ്ട്, നൂറുകണക്കിന് സെൽസ് ഡാമേജ് ആയിക്കൊണ്ട് വേറെ ടയർ നടക്കുന്നുണ്ട്, നൂറുകണക്കിന് സെൽസ് എന്താ പറയാ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നൂറുകണക്കിന് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ബോഡി ഇമ്മീഡിയറ്റ്ലി അത് ഓരോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനെ കണ്ടുപിടിച്ചിട്ട് അത് അപ്പൊ തന്നെ അതിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് റീപ്ലേസ്മെന്റ് വർക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യും. ഇഫ് ദിസ് ഇസ് ഡൺ ഡെയിലി, ഇത് കൃത്യമായിട്ട് ദിവസവും നടന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കോൾ യുവർ സെൽഫ് ആസ് എ ഹെൽത്തി പേഴ്സൺ. എന്നോട് യോജിക്കണ്ടോ ഇല്ലയോ? നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും അതിന്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കണ്ടെങ്കിൽ, എല്ലാ ദിവസവും അതിന്റെ വെയർ ആൻഡ് ടയർ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും വേണ്ട പോലെ പുതിയ സെൽസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ യുവർ സെൽഫ് എ ഹെൽത്തി പേഴ്സൺ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത്. അങ്ങനെ ഒരു ഹെൽത്തി ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ക്ലീൻ സിറ്റി പോലെയാണ് നമ്മുടെ ബോഡി വരണത്, അല്ലെ? ബോഡി ഇമീഡിയറ്റ്ലി അപ്പാപ്പ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലീൻ സിറ്റി എങ്ങനെയാ? ഒരു പൈപ്പ് ലീക്ക് ആയാല്, ഒരു ഇലക്ട്രിക്കൽ ലൈൻ കേടുവന്നാല്, റോഡ് റിപ്പയറിങ് അപ്പാപ്പ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്ന ആ ഒരു അങ്ങനെ ഒരു സിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം അങ്ങനെയാണ്. സോ ക്ലീൻ സിറ്റി, അല്ലെ? ഇനി സെക്കൻഡ് ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാം. നമ്മൾ എൻതൂസിയാസ്റ്റിക്കും എനർജറ്റിക് ആയിട്ടും ഓരോ ദിവസവും എണീറ്റ് ഫുൾ ഓഫ് എനർജി, റെഡി ടു ഹെൽപ്പ് അതേഴ്സ് ടു വർക്ക്, അങ്ങനത്തെ അതേപോലെ റെഡി ടു ഹെൽപ്പ് അതേഴ്സ്, അതേപോലെ റെഡി ടു ലവ് അതേഴ്സ്, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഹെൽത്തി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇതേപോലെ എല്ലാവരും വേണ്ട നല്ല സന്തോഷത്തോടെ ഹെൽത്തി ആയിട്ട് അവർ എണീക്കുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് നമ്മളെ ഹെൽത്ത് എന്ന് പറയാം. ഇനി ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളെ ഹെൽത്തിയുടെ ഡെഫിനേഷൻ എല്ലാവരും മനസ്സിൽ വെച്ചോളൂ. എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള അന്നാന്നുള്ള കൃത്യമായിട്ടുള്ള ഓരോ വെയർ ആൻഡ് ടയറിനെ വെയർ ആൻഡ് ടയറിനെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഹെൽത്തി നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മുടെ ഈ റിപ്പയർ വർക്ക് എന്താണ് കോൺസ്റ്റന്റ്ലി സംഭവിക്കുന്നത്? റിപ്പയർ വർക്ക് കോൺസ്റ്റന്റ്ലി സംഭവിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, പഴയ സെൽസിനെ നമ്മൾ റിപ്പയർ ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ഡാമേജ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്, അതിനെ നമ്മൾ റിപ്പയർ ചെയ്യുക. അതേപോലെ ടോക്സിൻസിനെ നമ്മൾ റിമൂവ് ചെയ്യാം. ഇമ്മ്യൂൺ സെൽസിനെ ഫൈറ്റ് ചെയ്യുക അഗെയിൻസ്റ്റ് ഇമ്മ്യൂൺ സെൽസിന് അത് എന്ത് വന്നാലും അതിനെ അഗെയിൻസ്റ്റ് നമ്മളെ ഫൈറ്റ് ചെയ്ത് നിർത്താനുള്ള കഴിവ് വരുന്നു. അതേപോലെ ഇൻഫ്ലമേഷൻസ് ഇല്ലാണ്ടിരിക്കാനും DNA ഡാമേജ് കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന റിപ്പയർ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെൽ എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ സെൽ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സെല്ലിന്റെ ഉള്ളിലും ഒരു DNA ഉണ്ട്. ഓക്കെ, ഈ DNA എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാനുവൽ ആണ് നമ്മുടെ സെല്ലിന്റെ. ഡിജിറ്റൽ മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മാനുവൽ നമ്മൾ എന്തൊരു പുതിയ സാധനം വാങ്ങിയാലും നമുക്കൊരു ഒരു യൂസേഴ്സ് മാനുവൽ കിട്ടും, റൈറ്റ്? അപ്പൊ നമ്മുടെ സെല്ലിന് എന്ത് പെർമിഷൻ കൊടുക്കുന്നതാണ്, എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, എപ്പോൾ ഡിവൈഡ് ചെയ്യണം, എപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം, എപ്പോൾ അവർ എഫിഷ്യന്റ് അല്ലെങ്കിൽ വെൻ ദേ ഷുഡ് റിട്ടയർ ആൻഡ് ലീവ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്ന ഈ DNA ആണ്.
പിന്നെ എന്ത് സംഭവിക്കുന്നത് ചില സമയത്ത് ഈ സെൽസ് തന്നെ ഈ ഇൻസ്ട്രക്ഷൻ DNA എന്ന് വായിക്കാൻ നോക്കണ സമയത്ത് അവർ തെറ്റായിട്ട് വായിച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു സ്പൂൺ ഉപ്പിടേണ്ട സ്ഥാനത്ത് ഒരു കുക്കറി ഷോയിൽ അല്ലെങ്കിൽ കുക്കറി ബുക്കിനകത്ത് നിന്ന് ഒരു സ്പൂൺ എന്നുള്ള സ്ഥാനത്ത് അറിയാണ്ട് ഒരു 0 വന്ന് കിടന്ന് 10 സ്പൂൺ ഉപ്പിട്ട് എങ്ങനെ ഇരിക്കും. അപ്പൊ ചില സമയത്ത് ഇവർ തെറ്റായ രീതിയിൽ വായിച്ചിട്ട് ഇവർ തെറ്റായ ഒരു പെർഫോമൻസ് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോഴും ചെറിയ ചെറിയ ആ സ്റ്റാർട്ടിങ്ങിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ബോഡി അപ്പൊ തന്നെ അതിനെ കണ്ടുപിടിച്ചു, അപ്പൊ തന്നെ അതിനെ റിപ്പയർ ചെയ്തു. ആൻഡ് ഇറ്റ് ഇസ് ഡൺ ഡെയിലി. ഈ മൈന്യൂട്ട് ചേഞ്ചസ് വരുന്നതിനൊക്കെ അപ്പൊ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇത് അധികമാവുമ്പോഴാണ് പല പ്രശ്നങ്ങളും ശരീരം കാണിക്കാൻ തുടങ്ങണത്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് ഇത് കറക്റ്റാക്കി വെക്കാൻ പാകത്തിനുള്ളൊരു അടിപൊളി ബോഡി സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ചില സമയത്ത് കുറച്ചും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതായത് നമ്മുടെ ഈ യൂസേഴ്സ് മാനുവൽ തന്നെ കറപ്റ്റഡ് ആയി പോകും. ഓക്കെ, യൂസേഴ്സ് മാനുവൽ തന്നെ കറപ്റ്റഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത് തെറ്റായ ഇൻഫോർമേഷൻസ് കാണിക്കാൻ തുടങ്ങി. അത് തെറ്റായ, അതായത് വളരാൻ പറയേണ്ട സ്ഥാനത്ത് വളർച്ച നിർത്താൻ പറയും, വളർച്ച നിർത്തേണ്ട സ്ഥാനത്ത് വളരാൻ പറയും, ജോലി ചെയ്യേണ്ട സ്ഥാനത്ത് ജോലി ചെയ്യേണ്ട എന്നുള്ള ഇൻഫോർമേഷൻ കൊടുക്കും, ജോലി ചെയ്യേണ്ടാത്ത സ്ഥലത്ത് ജോലി ചെയ്യാൻ പറയും, കൂട്ടം കൂടാൻ പറയും, കൂട്ടം തെറ്റാൻ പറയും. ഇങ്ങനെയുള്ള വേണ്ടാത്ത ഇൻഫോർമേഷൻസ് ഈ കറപ്റ്റഡ് ആയപ്പോ നമുക്ക് ഒരു വയോസ് കയറി എന്താ സംഭവിക്കണം, നമ്മുടെ ആ സിസ്റ്റം മുഴുവൻ തെറ്റായി പോണ ഈ നമ്മുടെ യൂസേഴ്സ് മാനുവൽ തന്നെ കറപ്റ്റഡ് ആയി പോകുമ്പോൾ സെൽസ് തോന്നിയ രീതിയിൽ അവിടെ കിടന്ന് പെരുമാറാൻ തുടങ്ങും. അപ്പൊ എല്ലാ രീതിയിലും നമ്മളെ അത് ബാധിക്കാൻ തുടങ്ങും. അവർ തോന്നിയ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും, കൂട്ടം കൂടാൻ തുടങ്ങും, അടുത്തുള്ള സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് വിച്ച് വി കോൾ ഇറ്റ് ആസ് എ ട്യൂമർ അല്ലെങ്കിൽ ഒരു ക്യാൻസർ. ആ കണ്ടീഷൻസിലേക്ക് നമ്മുടെ ബോഡി പോണത്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഇനി ഈ കോശങ്ങൾ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നതിന്റെ കാരണം എന്താ? ഈ DNA മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, അത് വരുന്നതും അവിടുത്തെ എൻവയൺമെന്റ് ഒരു അൺഫേവറബിൾ, അതായത് നമുക്ക് ഫേവറബിൾ അല്ലാത്തൊരു കണ്ടീഷൻ, അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാവുമ്പോഴാണ് ഈ രീതിയിലൊക്കെ അവർ തോന്നിയ പോലെ പെരുമാറണത്. അപ്പൊ അത് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ബോഡി ഹാസ് ആൻ എക്സലന്റ് റിപ്പയർ സിസ്റ്റം, അവർ അപ്പൊ തന്നെ അത് ഫിക്സ് ചെയ്യും. ബട്ട് ഇത് എപ്പോഴാണ് ഫേവറബിൾ ആയി നിൽക്കേണ്ടത്? നമുക്ക് ഫേവറബിൾ കണ്ടീഷനും വേണമല്ലോ. എപ്പോഴാണ് നമുക്ക് ഫേവറബിൾ ആയി നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ നമ്മുടെ ഹാബിറ്റ്സിലേക്ക് നമ്മൾ വരാൻ പോകണം. അപ്പൊ നമ്മൾ തുടങ്ങി ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണ എന്താ എപ്പോഴും മനസ്സിലുണ്ടാവണം. ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണ എപ്പോഴാണ്? ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണ നമ്മുടെ എല്ലാ വെയർ ആൻഡ് ടയറും എല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ. ഇനി അതിന് ഫേവറബിൾ കണ്ടീഷൻ വേണം. ഓക്കെ, അൺഫേവറബിൾ കണ്ടീഷനിൽ ഇതൊക്കെ പ്രശ്നം. വാട്ട് ഇസ് എ ഫേവറബിൾ കണ്ടീഷൻ? ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഹൈഡ്രേഷൻ, നല്ലതായിട്ട് വെള്ളം കുടിക്കുക, പ്രോപ്പർ ഫുഡ്, ഫിസിക്കലി ആക്റ്റീവ്, ഗുഡ് സ്ലീപ്പ്, ഗുഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് ലോ സ്ട്രെസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാൻ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇതിപ്പോ അതാ ഞാൻ പറഞ്ഞ കയറിയപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നമ്മൾ ഇന്ന് പുതിയൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. വാട്ട് എവർ വി ആർ ടോക്കിംഗ് ഇസ് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വി ആർ റീതിങ്കിങ് അബൌട്ട് ഇറ്റ്. നമ്മൾ ഒന്നും കൂടെ അതിനെ ഒന്ന് ഉഷാറാക്കുക, അതൊന്ന് പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ ഇതാ. അപ്പൊ ഈ ഫേവറബിൾ കണ്ടീഷൻസ് നമുക്ക് ഈ അൺഫേവറബിൾ കണ്ടീഷൻസ് പണ്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടും ഉണ്ടായിരുന്നേക്കാം, ചെറിയ രീതിയിലൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇന്നത്തെയും പണ്ടത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കണം. പഴയ കാലത്തേക്കാളും ഇന്ന് കൂടുതലാണ് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് പറയണത്. പഴയ കാലത്ത് നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. ഇൻ സ്പൈറ്റ് ഓഫ് എന്താ ഓൾഡൻ ഡേയ്സിൽ നമുക്ക് ഭക്ഷണം തന്നെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഭക്ഷണം തന്നെ കിട്ടാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇന്ന് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഇറ്റ് ഇസ് മോർ, അത് കൂടുതലായിട്ടൊരു കണ്ടീഷനാണ്. പണ്ട് ഹോസ്പിറ്റൽസ് വളരെ കുറവായിരുന്നു, ഫെസിലിറ്റീസ് കുറവായിരുന്നു, അസുഖങ്ങൾ കുറവായിരുന്നു. നമുക്ക് ഈ സ്മോൾ പോക്സും അങ്ങനത്തെ ഈ വാക്സിൻ എടുക്കേണ്ട കണ്ടീഷൻസുള്ള ചില അസുഖങ്ങളല്ലാണ്ട് ഇന്ന് കാണുന്ന ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈഫ് എക്സ്പെക്ടൻസിയും ലെസ് ആയിരുന്നു. അതായത് നമ്മൾ നേരത്തെയൊക്കെ മരിക്കുമായിരുന്നു. പണ്ടിപ്പോ ഒരു 60 വയസ്സിൽ ഷഷ്ടിപൂർത്തി നടത്തുന്ന ഒരു അമ്മൂമ്മയായിരുന്നു അന്നൊക്കെ, പല്ലൊന്നും ഇല്ലാത്ത അമ്മൂമ്മ. ഇന്ന് 60 വയസ്സെന്ന് പറഞ്ഞാൽ നെറ്റിത്ത് എഴുതി വെക്കണം അല്ലെ? ഇന്ന് ആൾക്കാർ അതേ രീതിയിലുള്ള സ്റ്റൈലിലാണ് നടക്കണം. അത് മാത്രമല്ല ഇന്ന് പറയുന്നത് 100ൽ ഒരാളെങ്കിലും 100 വയസ്സ് വരെ ജീവിക്കും. കാരണം അത്രയും നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ ഇന്നെന്ന് വെച്ചാൽ ലൈഫ് എക്സ്പെക്ടൻസി അന്ന് കുറവായിരുന്നു, പക്ഷെ ആൾക്കാർ വളരെ ആക്റ്റീവ് ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. ഇന്നത്തെ കണ്ടീഷൻ എന്താ? വി ആർ ഹാവിങ് ഹൈടെക് ഹോസ്പിറ്റൽസ്. എവിടെയാ നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ കേരളത്തിലുള്ള അത്രയും ഹൈടെക് ഹോസ്പിറ്റൽസ് നോർത്ത് ഇന്ത്യൻസ് പറയും യു ആർ സോ ലക്കി, യു ആർ ഹാവിങ് സച്ച് എ ബ്യൂട്ടിഫുൾ മെഡിക്കൽ സിസ്റ്റം. അത്രയും നല്ലൊരു സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് അവർ പറയാറുണ്ട്. ഹൈടെക് ഫെസിലിറ്റീസ് നമുക്കുണ്ട്, ലൈഫ് എക്സ്പെക്ടൻസി മോർ ആണ്. ബട്ട് വി ആർ ലെസ് ആക്റ്റീവ്. നമ്മൾ ആക്റ്റീവ് അല്ല.
വളരെ വളരെ സെഡൻറ്ററി ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. നമ്മുടെ ഹെൽത്ത് വളരെ വളരെ പുറകോട്ടാണ്. ഡിസീസിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് നൗ. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണേ നമുക്ക് അല്ലെ? ടെക്നോളജീസ് വളർന്നു, ഫെസിലിറ്റീസ് മുഴുവൻ ഇൻക്രീസ് ചെയ്തു, ഹോസ്പിറ്റൽസ് ഒക്കെ ഹൈടെക് ആയി, സ്കാനിങ് സെന്റേഴ്സ്, ലാബ്, മറ്റേ എക്സ്റേ സെന്റേഴ്സ്, മെഡിക്കൽ ഷോപ്സ്, ഇതെല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഓരോ എവറി 1 കിലോമീറ്റേഴ്സ് വി ഹാവ് മെഡിക്കൽ ഷോപ്പ്. എന്തിനാ? ഡിസീസ് ഇസ് ഇൻക്രീസിങ് ആൻഡ് ഹെൽത്ത് ഇസ് ഡിക്രീസിങ്. പണ്ടെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്കായിരുന്നു, വളരെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരുന്നു, വയസ്സായ ആൾക്കാർക്കാണ് അസുഖം വന്നിരുന്നത്. ഇന്ന് യങ് പീപ്പിൾ ഒരു 20s മുതൽ ദേ ആർ പ്രോൺ ടു സിവിയർ ഡിസീസസ്. അപ്പൊ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാവണതല്ല. ഇന്ന് എനിക്ക് അസുഖം ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ആരോഗ്യവാനാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് അസുഖം വരില്ല എന്ന് പറയുന്നത് ലോജിക് അല്ലെ? അത് കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ട് നമുക്കത് അങ്ങനെ പറയാം. ഒരു ഹെൽത്ത് പ്രോബ്ലം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാവണതല്ല, അത് സൈലന്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഫോർ ഇയേഴ്സ്. ചെറിയ 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 ഡെയിലി ഹാബിറ്റ്സ് ഒരു ലോങ് ടേം ഒരു ഹെൽത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചെറിയ ചെറിയ ഡെയിലി ഹാബിറ്റ്സ് ക്രിയേറ്റ് എ ലോങ് ടേം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡെയിലി ഹാബിറ്റ്സ് ഓൾസോ ക്രിയേറ്റ് എ ഡിസീസ്, ലോങ് ടേം ഡിസീസിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഹെൽത്ത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ പ്രിവെൻഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് അല്ലെ? ഹെൽത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല ഉഷാറായിട്ട് നമ്മുടെ എല്ലാ സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഹെൽത്തിയാന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന് ആ ഹെൽത്ത് നമുക്ക് അസുഖം വരാണ്ടിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്നാലും നമ്മൾ ഇതൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളയാണ് അല്ലെ? എന്നാലും നമ്മൾ ഒരു തീരെ ഒരു ശ്രദ്ധയില്ല നമുക്ക് ഒന്നിലേക്കും. എന്തുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമുക്ക് എങ്ങനെയാ വേണ്ടേ, എന്താണ് ഹെൽത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ഒരു റീസൺ അതിന്റെ ഞാൻ പറയാം, നമ്മൾ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്, എന്താ പറയുക, എക്വിപ്ഡ് ആണ്. കാരണം ഞാൻ ഒരു 10 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ അസുഖം വരുമ്പോ പോകാനുള്ള സ്ഥലത്തേക്കുള്ളതല്ലേ ആ ഇൻഷുറൻസ്. ആ അസുഖം വന്ന നമ്മൾ അസുഖം വന്ന ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് വേണ്ടി അനുഭവിക്കാൻ പോണില്ല. നമുക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടക്കാൻ പോണില്ല. നമ്മൾ തന്നെ അനുഭവിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഭയങ്കര ലാഘവത്തോടെ, പണ്ട് പൈസ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് പൈസയും ഭക്ഷണം നിറച്ചുള്ള സമയത്ത് ആരോഗ്യം ഇല്ല എന്നുള്ളത് ആ ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലും ഒക്കെ മസ്റ്റ് ആണ് വെൻ വി ബിക്കം സിക്ക്. നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക്, മോശമായ അവസ്ഥയിലേക്ക് പോവാണ്ടിരിക്കാൻ നോക്കാന്നുള്ളതിന്റെ ടോപ്പിക്കാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ എല്ലാ ചെറിയ ചെറിയ ഹാബിറ്റ്സും നമ്മളെ ഹെൽത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതേപോലെ എല്ലാ ചെറിയ ചെറിയ ഹാബിറ്റ്സും നമ്മൾക്ക് ഹെൽത്ത് ഇല്ലാണ്ടും ആക്കാം. അപ്പൊ ഇവിടെ മോർ കൺവീനിയൻസ് ആണ് നമുക്ക്. ഓക്കെ, മോർ കൺവീനിയൻസ് ആയപ്പോ വി ആർ ടോട്ടലി അൺഹെൽത്തി ആയി. കൂടുതൽ ഇരുന്നുള്ള ജോലി ഇപ്പൊ സെഡൻഡറി ആയി തുടങ്ങി. മോർ സ്ക്രീൻ ടൈം ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് സ്ലീപ്പ്, അതേപോലെ നമ്മുടെ ഉറക്കം കുറഞ്ഞു തുടങ്ങി. മോർ കണക്റ്റഡ് ഓൺലൈൻ. ഇന്ന് എല്ലാവരും ഏതൊരു ഫേസ്ബുക്ക് എടുത്ത് നോക്കി എത്ര ഫ്രണ്ട്സാ നമുക്ക്. പക്ഷെ നമ്മളിവിടെ 10 ദിവസം വയ്യാണ്ട് കിടന്ന ഒരു മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. വി ആർ ടോട്ടലി ലോൺലി ആയി തുടങ്ങി. 100% സ്ട്രെസ്സിലേക്ക് പോകാൻ തുടങ്ങി. ആൻഡ് ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് അത്രയധികം, പണ്ട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് എങ്കിലും ഉണ്ടായിരുന്നു വീട്ടില്. കാരണം ആ ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അത് വെച്ചിട്ട് എല്ലാവരും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കഴിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ഭക്ഷണത്തിലും കൂടുതൽ ജങ്കാണ് കൂടിയേക്കണം, വേണ്ടാത്ത ആന്റി ന്യൂട്രിയൻ ഫുഡാണ് കൂടുതൽ. ആൻഡ് ദിസ് ഓൾ ലീഡ്സ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഫൈനൽ ഔട്ട്കം ഇതിന് എന്താ സംഭവിക്കണം? ഫൈനൽ ഔട്ട്കം ഇസ് ഒബേസിറ്റി, ഡയബറ്റിസ്, PCOD, തൈറോയിഡ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ഓട്ടോഇമ്യൂൺ ഡിസീസ് ആൻഡ് സോ ആൻഡ് സോ ആൻഡ് സോ ആൻഡ് സോ ആൻ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സോ therefore wellness is the need of the hour. വെൽനെസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഒരു ആഡംബരമല്ല. നമ്മുടെ ശരീരം നോക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സർവൈവലിന്റെ ഭാഗമായിട്ട് മാറിയേക്കുക. ഇന്ന് ഒരു വീട്ടില് ഒരാളെങ്കിലും ഒരു മാരക രോഗമുള്ള ആൾക്കാർ ഉള്ള അവസ്ഥയെ മാറി. അതിന്റെ കാരണം മുഴുവനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ്. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ബി ഡൺ? അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണ്? ഹൗ ഡു വി സ്റ്റാർട്ട് എ ഡേ? നമ്മൾ രാവിലെ ഉറക്കം എണീറ്റണത് ഭയങ്കര ഹാപ്പി ആയിട്ടാണോ? മിക്കവാറും ആൾക്കാർ വെരി ടയേർഡ്, എണീക്കാനേ തോന്നണില്ല, അതേപോലെ ഭയങ്കര ഹെഡ് ഏക്ക്, എനർജി കുറവ്, മടി, ഉന്മേഷക്കുറവ്. ഒരു ചായ കുടിക്കാണ്ട് ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ലോ. ചായയോ കാപ്പിയോ ഇല്ലാണ്ട് പറ്റില്ല. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാലോ? വിശന്നിട്ടാണ് ഊണ് കഴിക്കുന്നത്. ശരീരത്തിൽ എനർജി ഡ്രോപ്പ് വന്നപ്പോഴാണ് ഊണ് കഴിച്ച ഉടനെ അതിനും വലിയ എനർജി ഡ്രോപ്പ്, പോയി കിടന്ന് ഉറങ്ങണം. എണീറ്റ് നിൽക്കാനുള്ള നമുക്ക് ഇതില്ല, ക്ഷീണം, കംപ്ലീറ്റ്ലി ക്ഷീണം അല്ലെ? ഇനി വൈകുന്നേരം വീട്ടിൽ കയറി കഴിഞ്ഞാലോ? വൈകുന്നേരം വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ 100% എനർജി ഡ്രോപ്പ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അയ്യോ എനിക്ക് വയ്യ, ഇനി എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെയാണോ നമ്മളെല്ലാവരും? യെസ് ഓർ നോ?
നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ചിലപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുറച്ചുപേരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള 98 ആൾക്കാരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. വി ആർ ഓൾ ഫുള്ളി എനർജറ്റിക് അല്ലേ, നമ്മളെല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മളിത് സംസാരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ കാണും, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ പക്ഷെ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് അറിയോ, എല്ലാവരും ഇങ്ങനെയാ, പിന്നെ ഞാനും ഇങ്ങനെയാണെങ്കിൽ എന്താ ഇപ്പൊ തെറ്റുള്ളത്? അപ്പൊ എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണെന്നല്ല, ശരിക്കും ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? അല്ലെ, നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് ദിവസം രാവിലെ എണീറ്റ് തലവേദന, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അലർജി, സ്ട്രെസ്, ഈ സ്കിൻ ഇഷ്യൂസ്, ഇതൊക്കെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് വന്നുകൊണ്ടിരിക്കുക ഓരോരോ പ്രശ്നങ്ങൾ. ഇതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കേണ്ട അപ്പുറത്തും അത് വേറെ കാര്യം. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പൊ മനുഷ്യൻ പ്രകൃതിയിലെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് സ്വയം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ സ്വയം സുഖപ്പെടുത്താം, കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ ഒരു മാജിക്കൽ ഒരു മാജിക് ക്രിയേഷൻ ആണ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ. എന്നിട്ടും ഈ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഉത്തരം ലളിതാണ്, ശരീരത്തിന്റെ ഭാഷ നമ്മൾ മറന്നുപോയി. ശരീരത്തിന്റെ ഭാഷ എന്താണെന്ന് നമ്മൾ എല്ലാവരും മറന്നുപോയതാണ് സത്യത്തിലുള്ള അവസ്ഥ. അതാണ് അതിന്റെ വാസ്തവം. ശരീരത്തിന് എന്ത് വേണമെന്ന് കേൾക്കാനായിട്ട് നമ്മൾ മറന്നു. ശരീരം എങ്ങനെയാ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ കോശങ്ങളുടെ എല്ലാത്തിന്റെ ആരോഗ്യം നന്നാക്കി വെക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായ വെള്ളം, ഈ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് വേണം നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് വെള്ളം എന്ത് കുടിക്കണം, ഏതൊക്കെ ടൈപ്പ് വെള്ളം കുടിക്കണം, ഓരോ ഹെൽത്ത് കണ്ടീഷൻസിന് എന്തൊക്കെ, അതൊക്കെ നമുക്ക് ഇനി വരുന്ന വെബിനാസിൽ അതൊക്കെ ഉണ്ടാവും. അപ്പൊ സാധാരണഗതിയിൽ ഒരു ചൂടുവെള്ളം, നല്ലൊരു ചൂടുവെള്ളം, ഭയങ്കര തിളച്ച വെള്ളമല്ല, ചൂടുവെള്ളം നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ഒരു 1-2-3 ഗ്ലാസ് കുടിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, നമുക്ക് ദാഹം വരുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കണം. പക്ഷെ അത് ശരീരത്തിന്റെ അവസാനത്തെ ഒരു വാർണിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ ഒരു ചെടി കണ്ടോ? ഈ ചെടി വാടി തളർന്ന് കിടക്കണ കണ്ടില്ലേ? നമ്മൾ ആ ഒരു കണ്ടീഷൻ കാണുമ്പോൾ അയ്യോ ചെടി വാടി കിടക്കണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ ഇലയൊക്കെ ഒന്ന് നിവർന്നു, അതിന്റെ തണ്ടൊക്കെ ഒന്ന് നിവർന്നു. അതേപോലെയാണ് നമുക്ക് ദാഹം വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ രണ്ടാമത് ബോഡിയെ റെഡിയാക്കി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദാഹം വരുമ്പോഴല്ല വെള്ളം കുടിക്കുക. അത് ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്റിമേഷൻ തരുന്നതാണ്. നമ്മുടെ 70% വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ. ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിൽ നിന്ന് രക്തം ഓട്ടം കുറയും, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയും. ഇത് നമ്മുടെ തിങ്കിങ് പ്രോസസ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം, തലവേദന ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇത് ദഹനക്കുറവുകൾ ഉണ്ടാക്കാം, പിന്നെ ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ, അതേപോലെ ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവ്. അതേപോലെ സ്കിന്നിന് ഇഷ്യൂസ് വരിക. അപ്പൊ നമ്മൾ ദാഹിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളൊരു ശീലം കൊണ്ടുവരിക. അപ്പൊ ഡെയിലി നമ്മൾ 1-2 ഗ്ലാസസ് ഓഫ് 1-2 ഞാൻ പറയില്ല, 2-3 ഗ്ലാസസ് ഓഫ് വാം വാട്ടർ കുടിച്ച് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഹാബിറ്റ് നമ്പർ 1. കൂടാണ്ട് എവറി 1 hour കൂടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ഒരു ശീലം നമ്മൾ കൊണ്ടുവരാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ആ ഒരു വൃത്തിയായിട്ട് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോകുമ്പോൾ ക്ഷീണം കുറയും, തലവേദന മാറും, കണ്ണിന് തിളക്കം വരും. ഇതൊക്കെ നമുക്ക് ശരീരത്തിലെ മാറ്റങ്ങൾ നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇത്രയധികം പ്രാധാന്യമുള്ളതാണോ നമ്മുടെ വെള്ളം എന്ന് ചോദിച്ചാൽ അതെ, അത്രയും പ്രാധാന്യമുള്ളതാണ് വെള്ളം. പക്ഷെ വെള്ളം കുടിക്കാറേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ വെള്ളം കുടിക്കാറേ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തുടക്കത്തിൽ നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ ശരീരം അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവണതാണ്, ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യണതാണ്. പക്ഷെ നമുക്ക് ആ ഒരു ബോഡി അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ബോഡി ആ വക പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല, ബോഡി അതിനകത്ത് യൂസ്ഡ് ആയി മാറിക്കോളും. സെക്കൻഡ് എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, യു ആർ വാട്ട് യു ഈറ്റ്. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയണ ആ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ആഴത്തിലൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം അല്ലെ? വെള്ളം കുടിക്കണം എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവർക്കും അറിയാം, റൈറ്റ്? അപ്പൊ നമ്മൾ യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ കഴിക്കുന്ന ഓരോ ചോറും പച്ചക്കറിയും എണ്ണയും വറുത്ത പലഹാരങ്ങളും കുഴിമന്തിയും പിസ്സയും എല്ലാം നമ്മുടെ കോശങ്ങളായി മാറുന്നു, നമ്മുടെ രക്തമായി മാറുന്നു, നമ്മുടെ മാംസമായി മാറുന്നു, അസ്ഥിയായി മാറുന്നു. അപ്പൊ ഇപ്പൊ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയോ നമ്മൾ എന്താ കഴിക്കണേ എന്നുള്ളതും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അടുത്ത ഹാബിറ്റിലേക്ക് പോവാണ്. സെക്കൻഡ് ഹാബിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ്, ഹൗ ടു ഈറ്റ്.
അത് നമ്മൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ശീലം നമ്മൾ കൊണ്ടുവരാം. സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഹാബിറ്റ് നമ്പർ 2 സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഹാബിറ്റിനകത്ത് കൊണ്ടുവരണം. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 7 മണിക്കാണ്. 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ച എത്ര പേരുണ്ട്? ഒരു തംസപ്പ് ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇമോജീസ് എന്തെങ്കിലും ഇടാം. എന്താണ് നിങ്ങൾക്ക് 7 മണിക്ക് മുമ്പ് ഓക്കെ, ഒരു തംസ് ഡൗൺ വന്നു. 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ അതിനെ പറ്റിയൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ കൂടിയേക്കുന്നത്, റൈറ്റ്? അപ്പൊ ശരീരത്തില് നമ്മുടെ ശരീരവും നമ്മുടെ പ്രകൃതിയും, അതായത് നമ്മുടെ സർക്കാഡിയൻ റിതം എന്ന് പറയും, നമ്മുടെ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നത് ഫോളോ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ജഠരാഗ്നി ഉണ്ട്. നമ്മുടെ ഉള്ളിലെ ജഠരാഗ്നി നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് രാവിലെ അത് കുറവാണെങ്കിൽ ഉച്ചനേരത്ത് അത് അതിന്റെ പീക്കിലാണ് നിൽക്കുന്നത്, വൈകുന്നേരം ആകുമ്പോൾ അത് കുറയും. അതാണ് നമ്മുടെ ഒരു പ്രകൃതം നമുക്ക് ഭക്ഷണ രീതികൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കണം. ഉച്ചയ്ക്ക് നമ്മൾ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു ലഞ്ച് നമ്മൾ കഴിക്കണം. ആ സമയത്ത് നമ്മുടെ ജഠരാഗ്നി നല്ല പീക്കിൽ നിൽക്കണോണ്ട് നമുക്കത് നല്ലോണം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 12 മണിക്ക് 2 മണിക്കും ഇടയ്ക്കാണ് ബെസ്റ്റ് ടൈം ടു ഹാവ് ദ ലഞ്ച്. അതൊരു ബിഗ് മീൽ ഓഫ് ദ ഡേ. അതാണ് നമ്മുടെ ഓക്കെ. ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കുന്നത് ബിഫോർ 7 PM. അപ്പോഴത്തേക്കും നമ്മുടെ ജഠരാഗ്നി കുറഞ്ഞ് അത് നമുക്ക് ദഹിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇനി ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഇന്നത്തെ ഒരു ഡൈൻ ഔട്ട് സംസ്കാരത്തിനെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുക. ഡൈൻ ഔട്ട് കൾച്ചർ. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കണത് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഈ ഡൈൻ ഔട്ട്, നമ്മളിപ്പോ ഒരു 7 PM തൊട്ടിട്ട് രാത്രി 1 മണി വരെയൊക്കെ തുറന്നിരിക്കുന്ന ഹോട്ടൽസ് ഉണ്ട്. അത് രാത്രി മാത്രമേ അവർ തുറക്കുള്ളൂ, കാരണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ റഷ്. ഹോട്ടൽസിൽ അങ്ങനത്തെ ഹോട്ടൽസിന്റെ എണ്ണം കൂടി. നമ്മുടെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ബിരിയാണി, പൊറോട്ട, ബീഫ്, ഭത്തൂറ, അതേപോലെ കുഴിമന്തി, എന്തൊക്കെ നമുക്ക് അകത്തേക്ക് വലിച്ചു കയറ്റാവുന്ന ഇത് മുഴുവൻ നമ്മൾ ഒരു ഷട്ട് ഡൗൺ ആവാൻ നിൽക്കുന്ന ഒരു എഞ്ചിന്റെ ഉള്ളിലേക്ക് കുറെ പണി പിന്നെയും കൊടുക്കുന്ന പോലെയാണ്. സോ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഉൾട്ടേ മാറും. അപ്പൊ ഇനി ആലോചിക്കുക, വാട്ട് ഇസ് ഹെൽത്ത്? ഹെൽത്തിന്റെ നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞു, നമ്മുടെ സിസ്റ്റം അന്നാന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണെങ്കിലാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവം? ഈ ഷട്ട് ഡൗൺ ആവുന്ന സമയത്ത്, ജഠരാഗ്നി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ വലിയ വലിയ ഫുഡുകൾ കയറ്റി നമുക്കത് കഴിക്കാൻ, നമ്മുടെ ബോഡിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടിട്ട് 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം എന്ന് പറയണതിന്റെ കാരണം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഈ റിപ്പയർ വർക്ക് നടക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഈ റിപ്പയർ വർക്ക് നടക്കുന്ന സമയം എപ്പോഴാണ്? നമ്മുടെ ബോഡിയിൽ നമ്മൾ പകല് മുഴുവനും പല പല പ്രശ്നങ്ങളും ഉണ്ട്, പല കാര്യങ്ങൾ ശരീരത്തിൽ നോക്കാനുണ്ട് അല്ലെ? പല കാര്യങ്ങൾ ശരീരം നോക്കുന്ന സമയത്ത് ഇതിന് എപ്പോഴെങ്കിലും ഒരു റിപ്പയർ വർക്കിന് സമയം, നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ നമ്മളല്ല മോളുകളിൽ പോയി നോക്കാം. മോളുകളിൽ നമ്മളവിടുത്തെ ബാത്റൂം കണ്ടിട്ടില്ലേ? എന്ത് നീറ്റായിട്ട് അവർ വെക്കുന്നുണ്ടോ? അവരെന്ന് വെച്ചാൽ അവര് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 ബാത്റൂം ഉണ്ടെങ്കിൽ 5 ബാത്റൂം അവര് ക്ലീനിങ്ങിന് വേണ്ടി അടച്ചിടും. അവർ അപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടുന്ന സമയം കിട്ടണം ക്ലീൻ ചെയ്യാൻ? അതേപോലെ നമുക്ക് ഒരു സിസ്റ്റത്തിന് ഒരു സമയമുണ്ട് അത് ക്ലീനിങ് ആയിട്ട്. അപ്പൊ 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു 10:30 നമ്മൾ കിടന്ന് ഉറങ്ങണം. നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്നിട്ട് മാത്രമാണ് ശരീരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കാൻ പറ്റുള്ളൂ, അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഫുൾ എനർജി ദഹനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ഈ റിപ്പയർ വർക്ക് മുഴുവൻ പെൻഡിങ്ങിലേക്ക് വരുന്നു. സോ വാട്ട് റിപ്പയർ വർക്ക് അവിടെ നടക്കണേ? വാട്ട് ഇസ് റിപ്പയർ വർക്ക് ഗോയിങ് ഓൺ? സെൽസ് ഡാമേജ് അതിനെ റിപ്പയർ ചെയ്യണം, അതിന്റെ വെയർ ആൻഡ് ടയറിനെ കളയണം. അപ്പൊ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് നമ്മളൊരു ഫുൾ എനർജിയിൽ നമ്മൾ എണീക്കുള്ളൂ രാവിലെ, അല്ലെ? ഫുൾ എനർജിയിൽ നല്ലൊരു ഉറക്കം കിട്ടി, ഫുൾ എനർജിയിൽ നമ്മൾ എണീക്കുള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തലവേദനയില്ല, ക്ഷീണമില്ല, ബോഡി പെയിൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ആ റിപ്പയർ വർക്ക് കറക്റ്റ് ആയിട്ട് നടക്കുന്ന സമയത്താണ്. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്ക്സ് മുഴുവൻ പോയി ക്ലോഗ്ഡ് ആയിട്ട് വേസ്റ്റ് നിറഞ്ഞ് ഒരു ലീക്ക്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സിറ്റി നോക്കൂ, ഈ ഒരു സിറ്റിയിൽ ഈ കാണിച്ചേക്കുന്ന പടം പോലെയാണ് നമ്മുടെ ഉള്ളില്. ഇനി പിള്ളേർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനൊരു ടീനേജ് കുട്ടിയോട് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ പറഞ്ഞു, എന്റെ മോനെ നീ ഒന്ന് പോയി ബാത്റൂമിൽ പോയി വന്നിട്ട് ഫ്ലഷ് അടിക്കാൻ പറ്റിയില്ല, അടുത്തത് അതേ ബാത്റൂമിൽ പോകേണ്ടി വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കണം. അപ്പൊ നമ്മുടെ അതാത് സമയത്ത് വേസ്റ്റ് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ രാത്രി അതിനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡി വുഡ് ബി ലൈക്ക് എ ഡേർട്ടി സിറ്റി. രാവിലെ എണീക്കാൻ പറ്റില്ല, എല്ലാ രീതിയിലും വേദന, കഴുത്തുവേദന, തലവേദന, മുട്ടുവേദന, ജോയിന്റ്, എല്ലാ രീതിയിലും വി ആർ സ്റ്റക്ക് ദയർ. നമുക്കൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് സ്റ്റൈൽ. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പഴയ കാലത്തെക്കാളും ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം കുറഞ്ഞുപോയി. സൗകര്യം കൂടിയപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിപ്പോയൊരു കാര്യം നമ്മുടെ ആക്ടിവിറ്റിയാണ് മാറിപ്പോയത്. പണ്ട് എല്ലാവരും നടന്നും
ശരീരം അനങ്ങിയിട്ടുള്ള പണിയെടുക്കലും ഡെയിലി റൂട്ടീനിലാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിലും അവരിപ്പോ അടിച്ചു വരണതാണെങ്കിലും കുനിഞ്ഞു നിന്ന് അടിച്ചു വരണു, മുറ്റം അടിക്കണു, അതേപോലെ നിലം തുടയ്ക്കണു, ആട്ടുകല്ലിൽ അരയ്ക്കണു, എന്താണ് അടിച്ചു നനയ്ക്കണു. ഇങ്ങനെയൊക്കെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോഡി ആക്റ്റീവ് ആയിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ 1 മണിക്കൂർ ജിമ്മിൽ പോയിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 23 മണിക്കൂറും റെസ്റ്റിലാണ്. അപ്പൊ നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ 23 hours റെസ്റ്റും 1 hour വാക്കിങ്ങും 1 hour ജിമ്മും, ഇതാണ് നമുക്ക് ആകെ ഉള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റിയും വാസ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പൊ ഈ ഫിസിക്കൽ മൂവ്മെന്റ് ഇന്ന് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയത്. അതായത് നമ്മൾ എന്താ സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കഴിച്ചിരുന്ന ഒരു ഭക്ഷണം ഇന്ന് ഫോളോ ചെയ്താൽ എങ്ങനെയിരിക്കും? നമുക്ക് ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ലാത്തൊരു ഒരു ജനറേഷൻ, അതായത് ശരീരം അനങ്ങി പണിയെടുക്കുന്ന ഒരു തലമുറയുടെ ഭക്ഷണ രീതി ശരീരം അനങ്ങി പണിയെടുക്കാത്ത ഒരു തലമുറ ഏറ്റെടുത്ത് എങ്ങനെയിരിക്കും? അതൊക്കെയാണ് ഒരു അടുത്ത അൺഫേവറബിൾ കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ വരുന്നത്. നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചിലർ പറയാറുണ്ട്, ഇന്നിപ്പോ ആരാ ചോറ് കഴിക്കണ്ടെന്നൊക്കെ പുതിയ ഓരോ കണ്ടുപിടുത്തം കൊണ്ട്. 2 കാരണവന്മാരൊക്കെ, ഞാനൊക്കെ എത്ര കാലമായിട്ട് ചോറ കഴിക്കണേ. നല്ല കാര്യം, ചോറിന് ആരും കുറ്റം പറയാനില്ല, പക്ഷെ ചോറിന്റെ അളവിനെ കുറ്റം പറയാനുള്ളൂ. പണ്ട് കഴിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ ഇത്രയും ചോറ് കാണിച്ചത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അന്ന് മുതൽ അത് കഴിഞ്ഞ് നേരെ എണീക്കണം, മൈലുകളോളം നടന്ന് പണിസ്ഥലത്തേക്കാണ്. വീട്ടിലെ ആൾക്കാർ നേരെ അടുക്കളയിൽ കയറി പണി മുഴുവനും ദേഹാനങ്ങിയുള്ള പണി എടുക്കണതാണ്. ഇന്ന് അത്രയും ഭക്ഷണം കഴിച്ചു നേരെ നേരെ കസേരയിൽ പോയിരിക്കും, അത് കഴിഞ്ഞ് നേരെ കാറിൽ കയറിയിരിക്കും, നേരെ ഓഫീസിലെ കസേരയിൽ പോയിരിക്കും, നേരെ അവിടുത്തെ അതിന് തിരിച്ച് കാറിൽ വന്നു, തിരിച്ച് അത് കഴിഞ്ഞ് നേരെ കസേര, പിന്നെ കട്ടിലും. ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ 1 മണിക്കൂർ ഞാൻ വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞ് കുറച്ച് എക്സസൈസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ അടുത്തത് ഉണ്ടാക്കണം. അതായത് നമ്മുടെ ഹെൽത്തിനെ കളയുന്ന അടുത്തൊരു കണ്ടീഷനാണ് നമ്മൾ ആക്റ്റീവ് അല്ലാണ്ടിരിക്കണം. അപ്പൊ ഈ ആക്ടിവിറ്റി ഉള്ള തലമുറയുടെ ഭക്ഷണ രീതി തന്നെ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. ഈ ആക്ടിവിറ്റിയിൽ ഒരു തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബ് കുറയ്ക്കുക. നമുക്ക് എനർജി ഉണ്ട്, നമ്മൾ കുറെ കഴിച്ച് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാർബ് കുറയ്ക്കുക. നമ്മുടെ പ്ലേറ്റിന്റെ പകുതി വെജിറ്റബിൾസ് കൂട്ടുക. നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നേരെ പ്ലേറ്റിന്റെ പകുതിയോളം നമ്മൾ എടുക്കുക. ബാക്കി പകുതിയാണ് കാർബും പ്രോട്ടീനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഭാഗം കാർബ്. അപ്പൊ നമ്മളിപ്പോ 4 ചട്ടകം ചോറ് എടുക്കുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ 1.5 ചട്ടകം ചോറിലേക്ക് കുറയ്ക്കുക. 3 ചട്ടകം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 1ലേക്ക് കുറയ്ക്കുക. പിന്നെ ആ കുറഞ്ഞത് നമ്മൾ ഇപ്പോഴത്തെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് വെജിറ്റബിൾസിലാണ്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനകത്താണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 5, 6, 8, 10 ഇഡ്ഡലിയൊക്കെ കഴിച്ച ശേഷം നമ്മൾ തുടങ്ങേണ്ടത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ തുടങ്ങണം. അപ്പൊ എന്തെങ്കിലും നമ്മൾ പ്രോട്ടീൻ ഉള്ളതും കൂടെ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത നമ്മുടെ വെബിനാർസിൽ അതൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ഒരു സെഷൻ ആയിട്ട് മാത്രമാണ് ഇത് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഹാബിറ്റ് നമ്പർ 4 ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി 1 hour എക്സസൈസ് പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുക, വാക്കിംഗ് ഓർ എക്സസൈസ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ ലിഫ്റ്റ് ഉള്ള സ്ഥലത്ത് സ്റ്റേഴ്സ് കയറാൻ പറ്റുമെങ്കിൽ, ഹാർട്ടിനൊക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരും റെസ്റ്റ് പറഞ്ഞിരിക്കുന്നവരും അങ്ങനെ ആവേശമൊന്നും കാണിക്കേണ്ട, അതൊക്കെ നോക്കി ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർ നടക്കാവുന്ന സ്ഥലത്ത് നടക്കുക, സ്റ്റെപ്സ് കയറാൻ പറ്റുന്ന സ്റ്റെപ്സ് കയറുക. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, അല്ല 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് എണീറ്റ് ഒന്ന് നടക്കുന്നുള്ളൊരു ശീലം കൊണ്ടുവരാം നമ്മൾ. ഓക്കെ, അപ്പൊ എക്സസൈസും വാക്കിംഗ് ഒരു 20, അതേപോലെ ഓരോ ഭക്ഷണം കഴിഞ്ഞാലും ആഫ്റ്റർ എവറി മീൽ ഒരു 20 മിനിറ്റ് എവിടെയാണോ, വീട്ടിനകത്താണോ, ഡൈനിങ് റൂം ടു ഡ്രോയിങ് റൂം മതി, ഒരു 20 മിനിറ്റ് അവിടെ നടക്കുക. അതല്ല നമ്മൾ ഓഫീസിലാണോ, ഒന്ന് പുറത്ത് പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വെറുതെ ഒന്ന് നടന്നിട്ട് വരിക. എവറി മീൽ കഴിയുമ്പോൾ ഒരു 20 minutes വാക്ക് എന്ന് പറയുന്നത് വളരെ നല്ലത്. അതിന് ഒരു എക്സ്പ്ലനേഷൻ തരാം. നമ്മുടെ ശരീരത്തിൽ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് ഗ്ലൂക്കോസും പ്രോട്ടീനും അതും ഇതൊക്കെ ഇട്ടതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോകുമ്പോൾ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറണം. അത് ആക്റ്റീവായ മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ വാട്ട് ഇസ് ഹാപ്പനിങ്, ആക്റ്റീവായ ഒരു ശരീരത്തിൽ ആണ് കയറണമെന്നുണ്ടെങ്കിൽ ആ മസിൽസ് വെയിറ്റ് ചെയ്തിരിക്കുക. മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റ് ചെയ്തിരുന്ന ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. വെൽക്കം, വി നീഡ് ഫ്യൂവൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽസ് മുഴുവനും ആക്റ്റീവായിട്ട് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ അവന് ഫ്യൂവലിന് റെഡി ആയിട്ടിരിക്കുമ്പോൾ അവൻ ഡോറൊക്കെ തുറന്ന് ഇങ്ങോട്ട് വിളിക്കും, ഇവിടെ ഒരു എനിക്കിവിടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ആ ആക്റ്റീവായിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നമ്മൾ ഗ്ലൂക്കോസ് ചെല്ലുമ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ബേൺ ഔട്ട് ആവുക. സെഡൻറ്ററി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് അങ്ങോട്ട് കയറും, ഇവൻ ആകെ കൺഫ്യൂസ്ഡ്, എവിടെ പോകണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. കാരണം എന്താ, എല്ലാ ഡോസും ഓപ്പൺ, എല്ലാ മസിൽസും ഡോർ അടയ്ക്കും. ഇങ്ങോട്ട് വരേണ്ട, ഞാൻ ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒക്കെ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക വേണ്ട. സോ ദേ ഗെറ്റ് ഡെപ്പോസിറ്റഡ്. എങ്ങനെ, വേർ ഡു ദേ ഗെറ്റ് ഡെപ്പോസിറ്റഡ്? ഇങ്ങനെ ഇരിക്കും നമ്മുടെ ശരീരം. നമ്മുടെ മസിൽസ് വിളിച്ചുകൊണ്ടിരുന്നിരുന്നത് സെഡൻറ്ററി അല്ലാത്ത ആൾ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ മസിൽസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ ഇതേപോലെയാണ് ഈ പറയുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയ പോയി ഇരിക്കുന്ന സ്ഥലങ്ങൾ. ഡു യു വോണ്ട് യുവർ ബോഡി ടു ബി ലൈക്ക് ദിസ്?
യെസ് ഓർണോ നിങ്ങൾ മെസ്സേജിൽ ഇട്ടോളൂ. അത് അവനോനുള്ളതാണ്. യെസ് ഓർണോ എനിക്കുള്ളതല്ല, അവനോനുള്ളതാണ്. ഞാൻ അടക്കമുള്ള കാര്യം, ഞാൻ പഠിച്ച കാര്യങ്ങൾ ഐ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്ന ഇത് നമുക്ക് ഭയമല്ല വേണ്ട. വി നീഡ് ജാഗ്രത, അല്ലെങ്കിൽ വി ഷുഡ് ബി കെയർഫുൾ, അല്ലെങ്കിൽ ഒരു അവയർനെസ് ആണ് വേണ്ടത്. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന നമ്മൾ എന്തുകൊണ്ട് ഈ അറിവ് നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ആശുപത്രി കിടക്കെ പോയി കിടക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. കാരണം ഐ ആം ഹാവിങ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് ഇൻഷുറൻസ്. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ നമ്മൾ ആരെയും പേടിക്കാണ്ട് ഒരു കൂസലും ഇല്ലാണ്ട് എല്ലാ ശീലങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് നമ്മൾ പോകുന്നതിന്റെ ഒരു കാരണം അതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്രകൃതിയിൽ നിന്ന് വളരെയധികം മാറിപ്പോയി. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭയങ്കര മോഡേൺ ആയി, ഭയങ്കര എല്ലാ ഫെസിലിറ്റീസും ലൈഫ് സ്റ്റൈലിന്റെ പുതിയ മോഡേൺ ലൈഫിനകത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയ്ക്കും പോലും നമ്മൾ ഈ ഫെസിലിറ്റീസ് കൊടുത്തു തുടങ്ങി. അപ്പൊ പണ്ട് പട്ടിയും പൂച്ചകളും കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ 40-50 വർഷം ആയുസ് ഉണ്ടായിരുന്നു എന്നാ പറയണേ. ഈ 40-50 വർഷം ആയുസ് ഉണ്ടായിരുന്ന പട്ടിയും പൂച്ച നമ്മുടെ വീട്ടിൽ വളരാൻ തുടങ്ങി, എല്ലാ ഫെസിലിറ്റീസിലും വളരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് 10-15 വയസ്സ് ആയുസിലേക്ക് മാറി അവർ. അപ്പൊ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ടു അസ്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കേണ്ടത് മെന്റൽ ഹെൽത്ത് എന്നാണ്. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫിസിക്കൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബോഡി മെന്റലി നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്ലീപ്പ് ഒക്കെ ഭയങ്കര ഡീപ്പ് ആയിരിക്കും. അതേപോലെ ഇൻഫ്ലമേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാവുക അതൊക്കെ അണ്ടർ കൺട്രോളിലായിരിക്കും. സെല്ലുലർ റിപ്പയർ ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇസ് അണ്ടർ സ്ട്രെസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മെന്റൽ ഹെൽത്ത് അണ്ടർ സ്ട്രെസ് ആണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്നൊരു വാക്കുണ്ട്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ്, വാട്ട് ഇസ് ദാറ്റ്? ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആംബുലൻസിന്റെ അല്ലെങ്കിൽ ഒരു എമർജൻസി ഒരു അലാറം എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് നമ്മുടെ ബോഡിയുടെ അവസ്ഥ. എമർജൻസി അലാം ഇസ് റിംഗിങ് കോൺസ്റ്റന്റ്ലി, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. മോർ കോർട്ടിസോൾ റിലീസ് ചെയ്യണു, സെൽ ഡാമേജ് ഹാപ്പൻസ്, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് കണ്ടീഷനിൽ നമ്മൾ നിൽക്കുക. എന്ത് ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ്? ഇപ്പോൾ ഇവിടെ പടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു എമർജൻസി സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. പണ്ട് നമ്മുടെ പൂർവികരും നമ്മുടെ ബോഡി സ്ട്രക്ചർ ചെയ്തേക്കണം അങ്ങനെയാണ്. നമ്മുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വന്നാൽ പെട്ടെന്ന് ഒരു ഫൈറ്റ് ചെയ്തൊരു ആനിമലിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആരുടെ അടുത്തെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ബോഡി അതിന് തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യും. നമ്മളെ ബോഡി പ്രിപ്പയർ ചെയ്യും. ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആവും. ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തേക്കും വേഗമാക്കും. നമ്മുടെ ബ്രെത്ത് ഫാസ്റ്റ് ആവാൻ തുടങ്ങും. നമ്മുടെ കണ്ണ് ഭയങ്കര ഫോക്കസ്ഡ് ആവും. നമ്മുടെ ജാഗ്രതയോടെ ആയിരിക്കും നമ്മൾ നോക്കിയേക്കാൻ പറ്റും. നമ്മുടെ ദഹനമൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ദഹനമൊക്കെ പിന്നെ ചെയ്യും. ഇപ്പം എനിക്ക് ഓടി രക്ഷപ്പെടാനുള്ള എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ബോഡി ഒരു സർവൈവൽ മോഡിലേക്ക് പോകും. പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകും. ഈ ഒരു കണ്ടീഷൻ സ്ഥിരമായിട്ട് നിന്നുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡിയിൽ? സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു മെസ്സപ്പ് ദ ബോഡി. നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി മെസ്സപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ടാണ് ഇൻഫ്ലമേഷൻ, നമ്മുടെ ഫാറ്റ്, അതേപോലെ ബ്ലഡ് ഷുഗർ, എല്ലാ രീതിയിലും നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ ഓക്സിഡേഷൻ കൂടുക, അതേപോലെ ഫ്രീ റാഡിക്കൽസിന്റെ ഇത് അളവ് കൂടുക. ഇതെല്ലാം സെൽ ഡാമേജിലേക്ക് എത്തുന്നത് ഈ പറയുന്ന കണ്ടീഷൻ സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൊണ്ടുപോകാൻ. അങ്ങനെയാണ് ബോഡി നമുക്ക് ഒരുമിച്ച് നിർത്താൻ പറ്റുള്ളൂ. നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്നും മെന്റലി നമ്മൾ ഹാപ്പി അല്ലാണ്ട്, അല്ലെങ്കിൽ മെന്റലി നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഹെൽത്തി അല്ലാണ്ട് പോയ എഞ്ചിന്റെ വെയർ ആൻഡ് ടയർ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കണം. അപ്പൊ മെന്റൽ ഹെൽത്ത് ഇസ് ലൈക്ക് ദ റൂട്ട് ഓഫ് എ ട്രീ. അപ്പം ആ റൂട്ട് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഹെൽത്തി ട്രീ ഒരു സ്റ്റോമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ട രീതിയിലുള്ള ഒരു ന്യൂട്രീഷനും കിട്ടില്ല. പക്ഷെ അത് സ്ട്രോങ് ആണെങ്കിലോ, സ്ട്രോങ് ആകുമ്പോൾ ഏതൊരു സിറ്റുവേഷനെയും തരണം ചെയ്യാനുള്ള സ്ട്രെങ്ത് അതിനുണ്ടാവും. അപ്പൊ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഡീപ്ലി കണക്റ്റഡ് ആണ്. അത് സെപ്പറേറ്റ് അല്ല. ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെയാണ്. അപ്പൊ ഒന്നിനെ പരിചരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ മറ്റതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹീൽ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, സോ മെന്റൽ ഹെൽത്ത് എഫക്ട് ഓൾ ഓർഗാൻസ് ഓഫ് ദ ബോഡി. അപ്പൊ നമ്മളിപ്പോ ഫുഡിനെ പറ്റി പറയുന്നതിന്റെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ, 2 ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കേണ്ടെന്ന് വിചാരിക്കാം. ഒരാൾ ഇസ് ലിവിങ് ഇൻ ഭയങ്കര ക്രോണിക് സ്ട്രെസ് ഉള്ള ഒരു കണ്ടീഷനിൽ ജീവിക്കാന്ന് വിചാരിക്കുക. പക്ഷെ മറ്റേ ആളൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ സ്ട്രെസ് ഉള്ള ആളുടെ ബോഡി കണ്ടീഷനിൽ എത്രയൊക്കെ ഹെൽത്തി ഫുഡ് കഴിച്ചാലും അങ്ങേരുടെ BP, അങ്ങേരുടെ കൊളസ്ട്രോൾ, അങ്ങേരുടെ ഷുഗർ എല്ലാം കൺട്രോൾഡ് അല്ലാണ്ട് തന്നെ പോകും. കാരണം നമ്മുടെ ഹാർട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ഓവറായിട്ട് ഹാർഡ് വർക്കിങ്ങിലാണ്. കാരണം ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നമ്മുടെ ഈ എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ എല്ലാத்தைയും വളരെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും ഹാർട്ട് വർക്ക് ചെയ്യണത്. സോ
ആ എന്ത് ഫുഡ് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന ഒരു മെന്റൽ ഹെൽത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്ത് പോകാനായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്താലും ഒരു പക്ഷെ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടാത്തത് നമ്മുടെ സ്ട്രെസ് ഹൈയിൽ നിൽക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല, ചില ആൾക്കാർക്ക് ഷുഗർ വന്നത് സ്ട്രെസ് കൊണ്ടിട്ട് അവർക്ക് അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല, സ്ട്രെസ് കൺട്രോൾഡ് ആയ അവരുടെ ഷുഗർ മാറും. അപ്പൊ ഇങ്ങനെയാണ് അടുത്തത്. ഇനി നമ്മൾ വരേണ്ട ഹാബിറ്റ് നമ്പർ 5, ഈ നമ്മുടെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ മാറാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഡീപ് ബ്രീത്ത്, പ്രാണായാമ, പ്രയർ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഒരു മൈൻഡ് കാം ആക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഡിസീസ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഡിസീസും നമ്മൾ പറഞ്ഞാൽ അത് സ്റ്റാർട്ട്സ് ഫ്രം ദ മൈൻഡ് എന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാണ് ആദ്യം ഏതൊരു അസുഖവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ലവ്, കമ്പാഷൻ, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും ഹേറ്റ്രഡ്, ആങ്കർ, ഇതെല്ലാത്തിനെയും നമ്മൾ കാറ്റിപ്പറത്തി നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി. ഇനി ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് കൊണ്ട് വരുന്നതൊന്നുമല്ല. ഓക്കെ, ഇത് ഓരോ എൻവയൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. ശരീരത്തില് റിപ്പയർ ചെയ്യുന്നതിൽ അധികം ഡാമേജ് വന്നാൽ വാട്ട് ടു ഡു? ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ പറ്റണമെങ്കിലും കൂടുതൽ ഡാമേജ് വന്നാൽ ശരീരത്തിന് ഒരു പരിധിയിൽ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനത്തെ ഈ അൺഹെൽത്തി സിറ്റുവേഷനിലാണ് ഇങ്ങനെ മുഴുവനും നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ DNA മ്യൂട്ടേഷൻസ് ഒക്കെ നടക്കുന്നത്. DNA മ്യൂട്ടേഷൻസ് നമുക്കറിയാം, DNA മ്യൂട്ടേഷൻസ് റീസൺ തന്നെ ഈ പറയുന്ന വേറെ നമ്മുടെ ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് നമുക്കൊരു ജനറ്റിക് ആയിട്ടും പാരമ്പര്യമായിട്ടും ബൈ ബർത്ത് ഒക്കെ പല അസുഖങ്ങളും ആൾക്കാർക്ക് ഉണ്ടാവും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റം വരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതിനകത്ത് എത്രത്തോളം നമുക്ക് ഫേവറബിൾ ആയിട്ട് നമ്മുടെ ബോഡിയെ കൊണ്ടുവരാൻ എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ക്രിയേറ്റ് ലൈഫ് സ്റ്റൈൽ. എന്താ പറയുക, ഒരു സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് അത് നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാനും സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ഒരു ചീത്ത ലൈഫ് സ്റ്റൈലിലേക്കും കൊണ്ടുപോകും. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു നല്ല ലൈഫ് സ്റ്റൈലാണ് ഹെൽത്ത് ഉണ്ടാക്കുന്നതും ചീത്ത ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ അസുഖത്തിലേക്ക് ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പിക് ഉണ്ടായിരുന്നത്. സോ സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ക്രിയേറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ഓൾസോ പ്രിവെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്ന കാര്യം. അപ്പം നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ലീഡിങ്, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അല്ലാണ്ട് നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത്. കൂടുതൽ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുക, കാർബ് കുറയ്ക്കുക, സമയത്തിന് കഴിക്കുക, 7 മണിക്ക് മുമ്പ് കഴിക്കുക, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കഴിക്കാണ്ടിരിക്കുക, അത് സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കലി ആക്റ്റീവ് ആവുക, സ്ലീപ്പ് ഓൺ ടൈം, അതേപോലെ മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പം നമ്മളൊരു 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ 10-10:30 ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങണം. ഒരു 11 മണിക്ക് മുമ്പ് ഉറങ്ങുമ്പോഴാണ് ഈ സിസ്റ്റം മുഴുവൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ലോഡഡ് ഗൺ പോലെയാണ്. ഓക്കെ, ആ ഒരു അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് വന്നാൽ ഇറ്റ് വിൽ ട്രിഗർ. അപ്പൊ ഈ അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കുന്ന ആരാ? അത് നമ്മൾ തന്നെയല്ലേ. നമ്മുടെ കയ്യിലല്ലേ ഇത് മുഴുവൻ ഇരിക്കണേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തെറ്റായി, ഇപ്പൊ ഇത്രയും കാര്യം സംസാരിച്ചപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയണ കാര്യമാണ്. വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എല്ലാം അറിയാം. പക്ഷെ ഒരു പടി അതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പടി അതിന്റെ പുറയിൽ, ബിഹൈൻഡ് ദ സ്ക്രീൻ എന്തൊക്കെയാ സംഭവിക്കണേന്ന് നമുക്ക് മനസ്സിലായ, ഒരു ചട്ടകം ചോറ് വിളമ്പി കൊടുക്കുമ്പോഴോ, വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴോ, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴോ, വൈകി കഴിക്കുമ്പോഴോ, ലൈഫ് സ്റ്റൈലിൽ തെറ്റായ രീതിയിൽ നമ്മൾ പോവുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കും, അയ്യോ ഇതൊക്കെയാണല്ലോ ഉള്ളിൽ സംഭവിക്കണേന്ന്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മളിവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഉറങ്ങാൻ പോണേന്ന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഫോൺ, ലാപ്ടോപ്പ്, TV 1 മണിക്കൂർ മുമ്പ് അതിനെ മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വായനയോ അല്ലെങ്കിൽ മാറ്റുന്ന ഫാമിലി ആയിട്ട് കുറച്ചെന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു സ്ലീപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം ഉറങ്ങാൻ പോണതിന് മുമ്പ്. അപ്പോഴാണ് മെലറ്റോണിൻ എന്ന ഒരു ഹോമോണിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഇത് ഇംപ്രൂവ് ആകുമ്പോഴാണ് ഇത് നമുക്ക് ഉറക്കം വരുത്തുന്ന ഹോമോണാണിത്. അപ്പൊ ഒരു സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഹോമോൺ വേണ്ട രീതിയിൽ ഉണ്ടായാലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഫോണിലുള്ള ബ്ലൂ ലൈറ്റും നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഈ ബ്ലൂ ലൈറ്റ് ഒക്കെ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ബ്രെയിനിന് ഒരു റോങ് മെസ്സേജ് കൊടുക്കുക, ഉറങ്ങാൻ സമയമായിട്ടില്ല, സൺലൈറ്റ് ആണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കും, ഉറങ്ങാൻ സമയമായിട്ടില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറയും.
അപ്പൊ നമുക്ക് ഉറക്കം വരാണ്ടിരിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിന് ഒരു ഡിജിറ്റൽ സൺസെറ്റ് ആവശ്യമാണ് ടു ഇംപ്രൂവ് മെലറ്റോണിൻ ആൻഡ് എൻഹാൻസ് സ്ലീപ്പ്. ഒരു ഡിജിറ്റലി ഒരു സൺസെറ്റ് നമ്മൾ കൊടുക്കണം. അത് നമ്മൾ എന്താ, എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നു പറയാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ. ഉറക്കം വരാത്തതുകൊണ്ട് ഫോൺ നോക്കിയിരുന്നാൽ നമ്മുടെ ശരീരം ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകും. ഉറക്കം ഇല്ലാത്ത എന്തോരം ആൾക്കാരുണ്ട്. ഇപ്പൊ അവർക്ക് ഉറക്കം ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നം. ഉറക്കം ഇല്ലെങ്കിൽ രാത്രിയിലത്തെ റിപ്പയർ വർക്ക് എങ്ങനെ നടക്കും? റിപ്പയർ വർക്ക് നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ ഹെൽത്ത് ഉണ്ടാവും? അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നില്ല. ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡറിൽ പറയുന്നത്. സോ രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവർ റീഹീറ്റ് ഫുഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. റീഹീറ്റ് ചെയ്ത് കഴിക്കരുത്. അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു, വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നു, മിനറൽസ് നഷ്ടപ്പെടുന്നു. അകത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ആ ടെമ്പറേച്ചർ മാറുമ്പോൾ ബാക്ടീരിയൽ റിസ്ക് വരാം, പൂപ്പല് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഓക്സിഡേഷൻ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഓക്സിഡേഷൻ ഉണ്ടാവണം, ആന്റി ന്യൂട്രിയൻസ് കൂടുതൽ ഉണ്ടാവണം ഈ ഫുഡിനകത്ത്. അതേപോലെ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഈ ശനി ഞായറും കിട്ടിയ അടുത്ത ശനി ഞായറും വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കി അങ്ങ് ഫ്രീസറിൽ കയറ്റുക. 1 മണിക്കൂർ രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ പണി വെച്ച് കഴിക്കാണ്ടിരിക്കാം. ഇനി ഇതായിരുന്നോ നിങ്ങൾ മനസ്സിലാക്കിയ ഹെൽത്ത്? ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു. ഇതാണോ നിങ്ങൾ മനസ്സിലാക്കിയ ഹെൽത്ത്? ആണെന്നുണ്ടെങ്കിൽ യെസ് ഇടുക, അല്ല എന്നുണ്ടെങ്കിൽ നോ ഇടുക. നിങ്ങൾക്ക് ഇതാണോ നിങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ഹെൽത്തി ആണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ, നമുക്ക് അസുഖമൊന്നുമില്ല, സോ വി ആർ ഹെൽത്തി. അപ്പൊ ആ ഹെൽത്ത് എന്താന്നുള്ളത് നമ്മൾ എല്ലാവരും ഒന്ന് സ്വയം ചിന്തിക്കുക. ഇതാണോ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഹെൽത്ത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത്രയും കേട്ടതിനകത്ത് ഹെൽത്ത് എന്താണെന്നും ഹെൽത്തി അല്ല എന്നും മനസ്സിലായെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഹെൽത്തി ആണോ ഒന്ന് ചിന്തിക്കുക. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണ്ടേ? നമ്മൾ ഓരോരുത്തരും ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളൊരു ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചേഞ്ച് വേണം നമുക്ക്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമാണ്. നമ്മളൊരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം. ഇന്ന് ഇത്രയും പറഞ്ഞതിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിനകത്ത്, എൻ്റെ റൂട്ടീനകത്ത് എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ 10 മണിക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ 10 മണിക്ക് കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവര്, അല്ല അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞങ്ങൾ രാത്രി 10 മണിയായിട്ട് കഴിക്കാറ്. എന്നാൽ അതൊന്ന് മാറ്റി വീട്ടിലെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്, ഹസ്ബൻഡ് നേരത്തെ എത്തി, വീട്ടുകാരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 10 എന്നുള്ളത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് 9 ആക്കൂ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച അതൊരു 8 മണിയാക്കൂ. അത് കഴിഞ്ഞിട്ട് ഒരു 7 മണിയാക്കൂ. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനകത്തേക്ക് ആ ഒരു ഹാബിറ്റ് മാറ്റുക. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൽനെസ്സിൽ നിന്ന് ഒരു വെൽനെസ് ട്രാൻസിഷൻ ആണ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കൊരു ഇൽനെസ് വേണ്ട, ആർക്കും ഇഷ്ടമല്ല അസുഖം വരുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ അസുഖം വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കും. അപ്പൊ അസുഖം വരാൻ ആ ഒരു ട്രാൻസിഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇന്ന് നമ്മൾ എന്താണോ ഇതുവരെ, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന 97 പേരും ഒരു സ്കാനറിന്റെ അടി കൂടെ പോയാൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിക്കും നമ്മൾ. പക്ഷെ അത് അവിടെ തന്നെ അങ്ങനെ തന്നെ മിണ്ടാണ്ടിരുന്നാൽ നമ്മൾ മരണം വരെ അതവിടെ ഇരുന്നോട്ടെ. ഇനിയെങ്കിലും അങ്ങോട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ പോരെ. നമ്മളൊരു പുതിയ കാറ് വാങ്ങിയാലും എന്താ സംഭവിക്കുന്നത്? ആ കാറ് അതിന്റെ പെട്രോൾ ആണോ ഡീസൽ ആണോ അതിന്റെ ഇലക്ട്രിക്കൽ, ഇപ്പൊ പുതിയ വണ്ടിയൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി എന്താ പറയുക, ഫോണിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതുമാണ്. ഹൈടെക് ഓരോ ഫെസിലിറ്റീസ് ആണ് അതിനകത്തുള്ള ഇലക്ട്രിക് കാസിനൊക്കെ. അപ്പൊ അതിനകത്ത് ഇഷ്ടം പോലെ ഫെസിലിറ്റി ആണ്. ആ മാനുവൽ വെച്ച് നമ്മൾ എത്ര ദിവസം കൊണ്ട് പഠിച്ചിട്ടാണ് നമ്മൾ അതൊന്ന് യൂസ് ചെയ്യണം. ഒരു ഫോൺ വാങ്ങിയാലും നമ്മൾ അതിന്റെ യൂസേഴ്സ് മാനുവൽ വെച്ചിട്ട് എന്തോരു ശ്രദ്ധയോടുകൂടെ നമ്മളത് നോക്കണം. ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ശരീരം, ഇത്രയും എന്തൊക്കെ സംഭവങ്ങൾ അതിനകത്ത് നടക്കണേ. ഇതിനെ നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് എന്തൊരു മിസ്ഹാൻഡ്ലിംഗ് ആണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലെ? അപ്പൊ അത് ചെയ്യണ ശരിയാണോ? നമ്മൾ എന്തുകൊണ്ടിട്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് മാനുവൽ എന്നെ മനസ്സിലാക്കണില്ല? അത് ഏറ്റവും കോംപ്ലക്സും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ നമ്മൾ എന്തുകൊണ്ടിട്ട് ശ്രദ്ധിക്കണില്ല? അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ വെൽ എക്വിപ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് നമ്മൾ എന്തോരം കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട് നമ്മുടെ ലക്ഷറിക്ക് വേണ്ടിയിട്ട്. അനാവശ്യമായിട്ട് നമ്മൾ എന്തോരം കാശ് ചെലവാക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെലവാക്കുന്ന പൈസയിൽ നിന്ന് ഒരു 1% നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ചിലപ്പോൾ എന്ത് സാധനം എടുക്കുമ്പോഴും നമ്മൾ ആദ്യം അതിന്റെ റേറ്റ് നോക്കും. ഒരിക്കലും നമുക്ക് നമ്മുടെ ഹെൽത്തിന് പ്രൈസ് ടാഗ് ഇടാം, ആരോഗ്യത്തിന് ഒരിക്കലും നമുക്കൊരു പ്രൈസ് ടാഗ് ഇടാൻ പറ്റില്ല. നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ക്വാളിറ്റി സാധനങ്ങൾ, അരി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിയിൽ നിന്ന് 100 രൂപയ്ക്ക് 5 കിലോ 10 കിലോ എന്നൊക്കെ പറഞ്ഞ് കാർബൈഡ് അടിച്ച ഫ്രൂട്ട്സ് വാങ്ങി പിള്ളേർക്ക് കൊടുക്കാണ്ട് കുറച്ച് നല്ല ഓർഗാനിക് നല്ല സ്ഥലത്ത് നിന്ന്, അറിയാവുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ നല്ല ഫുഡുകൾ വാങ്ങി, നല്ല സാധനങ്ങൾ വാങ്ങി ആൾക്കാർക്ക് നമ്മൾ വീട്ടിൽ കഴിക്കാനും നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ ഹെൽത്തി ഹാബിറ്റ്സിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ ജിമ്മിൽ പോകണമെങ്കിലോ യോഗയ്ക്കാണെങ്കിലോ
അങ്ങനെ നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ കുറച്ച് പൈസ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മൾ അതിലൊക്കെ നമ്മൾ എന്താണ് പിശുക്കിയിട്ട് ജങ്ക് ഫുഡ് വാങ്ങാനും വേണ്ടാണ്ടുള്ള നമുക്ക് എന്താണ് ഗാഡ്ജറ്റ്സ് വാങ്ങാനും ടൂറ് പോകാനും ഒക്കെ നമ്മൾ കാശ് ചിലവാക്കും. കുറച്ച് നട്ട്സ് ആൻഡ് സീഡ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾക്ക് ശരീരത്തെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ന്യൂട്രിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കുറച്ച് അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാൽ ബോഡി ഒരിക്കലും പെർഫെക്ഷൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ബോഡി എപ്പോഴും ഒരു കൺസിസ്റ്റൻസി മതി ബോഡിക്ക്. ഓക്കെ, ബോഡിക്ക് ഒരു കൺസിസ്റ്റൻസിയാണ് ബോഡി ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മൾ ലേറ്റ് അല്ല, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഏർലിയും അല്ല, നേരത്തെ അല്ല. അപ്പൊ എനി ഏജ് ഇസ് ദ ബെസ്റ്റ് ഏജ് ഫോർ യുവർ ഹെൽത്ത് ചോയ്സ്. ഏത് ഏജ് ആണെങ്കിലും ബെസ്റ്റ് ആണ്. നമ്മുടെ ഏത് കുഞ്ഞാണെങ്കിലും വയസ്സായതാണെങ്കിലും നമ്മൾ എന്ന് തിരിച്ചറിയണം, അന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് വാസ് യെസ്റ്റർഡേ. നമ്മൾ കേട്ടില്ല, ബട്ട് നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ഇസ് നൗ. ഇന്നലെ കേട്ടില്ലല്ലോ, ഇനി ഇന്നായിക്കോട്ടെ. ഇന്നിപ്പം നമ്മൾ കേട്ടില്ലേ, ഇതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, നമ്മൾ ഒരു വെൽനെസ് എന്ന് പറയുന്ന ഒരിക്കലും ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു ജേർണി ഓഫ് ലൈഫാണ്. ചെറിയ 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 സ്മോൾ ഹാബിറ്റ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഹാബിറ്റ്സുകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്മോൾ ഹാബിറ്റ്സ് ഇസ് ഈക്വൽ ടു ലൈഫ് ലോങ് വെൽനെസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, സ്മോൾ ഹാബിറ്റ്സ് ഇസ് ഈക്വൽ ടു ലൈഫ് ലോങ് വെൽനെസ്. അപ്പൊ ടേക്ക് കെയർ ഓഫ് ദ ബോഡി, ദാറ്റ് ഇസ് ഓൺലി പ്ലേസ് വെയർ വി ക്യാൻ ലിവ് എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ എന്തായാലും എന്താ പറയുക, ഹെൽത്തിനെ പറ്റി താല്പര്യം ആണല്ലോ ആദ്യം മുതൽ ഇതുവരെ നമ്മൾ കുറച്ച് ഒരു 97 ആൾക്കാർ പോവാണ്ടിരിക്കണ്ടായിരുന്നു. നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ടിട്ടാണല്ലോ നമ്മളായിരിക്കണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഇസ് എന്താ പറയാ, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയും. ഓക്കെ, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിന് കുറേ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ബ്രെത്ത് ആണത്. ഓക്കെ, നമ്മൾ പ്രാണായാമം, നമ്മുടെ പ്രാണനാണത്. പക്ഷെ ഒരു സെക്കൻഡോ ഏതൊരു സമയത്തോ ഇറ്റ് ബിക്കംസ് ആൻ എയർ. പുറത്തുള്ള ഒരു എയറും നമ്മുടെ ഉള്ളിലെ ബ്രെത്തും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മളുടെ ഉള്ളിലേക്ക് ആ ബ്രെത്ത് കയറാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഒരു എന്താ പറയുക, ഒരു 4 ഡിഫറൻസേ ഉള്ളൂ നമ്മളും ഈ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഈ എയർ. അപ്പൊ ബ്രെത്ത് ഇസ് എയർ എന്ന് പറയുന്നത്, ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന്റെ താക്കോല് നമ്മുടെ കയ്യിലാണ്. നോ ഹോസ്പിറ്റൽസ്, നോ ഡോക്ടേഴ്സ് ക്യാൻ ഡു എനിത്തിങ്. നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കണം. ദെൻ വൈ ദിസ് കെയർലെസ്നെസ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. എന്തുകൊണ്ടിട്ട് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റി പോയിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടിട്ടാണ് ഇത്ര കെയർലെസ് ആയിട്ട് നിൽക്കണേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ദ ആൻസർ ഇസ് വിത്ത് യു. എനിക്ക് അതിന്റെ ആൻസർ ഇല്ല. ദ ആൻസർ ഇസ് വിത്ത് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us. നമ്മുടെ തന്നെയാണ് അതിന്റെ ആൻസർ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ഏതൊരു കാര്യവും നമുക്ക് ഫിക്സ് ചെയ്താൽ പഴയ കണ്ടീഷൻ കിട്ടില്ല. ഒരു ടോയ് പൊട്ടിപ്പോയാൽ നമ്മളത് റിപ്പയർ ചെയ്താലും ആ പഴയ ഹെൽത്ത് നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഒരിക്കൽ ഹെൽത്ത് പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗോൺ ഫോർ എവർ. നമുക്ക് ഒരിക്കലും പഴയ ഒരു കണ്ടീഷനിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആരോഗ്യമുള്ള സമയത്ത് വൈ ഡോണ്ട് വി ടേക്ക് കെയർ ഓഫ് ഇറ്റ്? അതിനെ നമുക്കൊന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മിഡിൽ ഏജിലാണ് വന്നത്. എന്റെ ശരീരത്തിൽ ഇതുവരെ സംഭവിച്ചേക്കണം എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് ശ്രദ്ധിക്കാമല്ലോ. ഇനിയെങ്കിലും നമുക്ക് മരണം വരെ നമ്മുടെ കാര്യങ്ങൾ നടത്താനും എണീറ്റ് നടക്കാനും നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് തന്നെ ചെയ്യാനും നമുക്കൊരു തൽക്കാലം ഒരു കുഴപ്പമില്ലാത്തൊരു ബ്ലഡ് റിപ്പോർട്ട് കിട്ടാനും പറ്റിയാൽ വി ആർ ഹെൽത്തി, അല്ലെ? നമുക്ക് അതൊരു സമാധാനമല്ല ഈ ഒരു ഏജില്. അല്ലാണ്ട് ഇപ്പൊ ഒരു സുസ്മിത സെന്നോ ഐശ്വര്യ റായോ അല്ലെങ്കിൽ ശില്പ ഷെട്ടി ആവാനൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അവര് എന്നോ മുതൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടു നടക്കണതാ. നമ്മൾ ഒരു പകുതി കഴിഞ്ഞിട്ട് ഇനി അതേപോലെ ആവണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കൂടുതൽ ഡാമേജ് ബോഡിയിൽ ഉണ്ടാവാനേ പോകുള്ളൂ. പക്ഷെ ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 25 ഗ്രാം കുറഞ്ഞാൽ പോലും ഇറ്റ് ഇസ് വർത്ത്. കൂടിക്കൊണ്ടിരിക്കണില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിലേക്ക് ഉണ്ട്. അപ്പൊ പേർപ്പസ് ഓഫ് ദി സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേക്കപ്പ് കോൾ ആണ്. എല്ലാവർക്കും ഒരു വേക്കപ്പ് കോൾ, റിമൈൻഡർ ആണ്. ഇപ്പൊ ഒരു അമ്മ കുട്ടിയോട് ചിലപ്പോൾ പറയണ പോയിരുന്ന് പഠിക്കണം, മതി, കുറെ നേരം TV കാണണമെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും പിള്ളേർക്ക്. പക്ഷെ അവർക്ക് അറിയാൻ പഠിക്കണമെന്ന്. പക്ഷെ എന്നാലും ഒരു ടിവിയുടെ മുമ്പിൽ ഇരിക്കണം എന്തിനാ? 2 പ്രാവശ്യം 3 പ്രാവശ്യം അമ്മ പറയുമ്പോൾ ശരി പോയി പഠിച്ചേക്കാം, ഇനിയിപ്പോൾ നാളെ പരീക്ഷ ഉള്ളതാ, ആ ബുക്ക് അടച്ചു വെച്ചിട്ട് അവർ പോകണം. അതേപോലെ നടന്നു പോകുന്ന സമയത്ത് ഒരു വെള്ളം കിടക്കണമെങ്കിൽ നമ്മൾ ഇതവിടെ വെള്ളം കൊണ്ടിട്ട് ഒന്ന് സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ കോഷ്യസ് ആണ്. അത്രയും ഞാൻ ഈ സെഷനും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. പക്ഷെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു, അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ താങ്ക് യു ഓൾ ഫോർ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം. ഈ ഹെൽത്ത് ടിപ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. കാരണം അറ്റ്ലീസ്റ്റ് ഇത്ര ആൾക്കാർ ഹെൽത്തിനെ പറ്റി അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെ വന്നിരുന്നല്ലോ.
Also, this is just a glimpse, just a starting മാത്രമാണ്. We will be back every month. We'll have a seminar like this. That's അത് ഞാൻ നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് ഈ ലിങ്ക് തന്ന you can be in connection with them. They will send you the link again. അതേപോലെ എൻ്റെ പേജ് I think Wellness with Vidhu എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട്. You can follow that. അതേപോലെ തന്നെ Wellness with Vidhuവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജും ഉണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഫോളോ ദാറ്റ്. ഇതാണ് വെൽനസ് വിത്ത് വിധുവിന്റെ എംബ്ലം. വെൽനസ് വിത്ത് വിധുവിന്റെ യൂട്യൂബ് പേജും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും യു വിൽ ബി ഗെറ്റിംഗ് അപ്ഡേഷൻ ഓഫ് നെക്സ്റ്റ് സെമിനാർസ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത സെമിനാർ എന്തായിരിക്കും, മിക്കവാറും ഒരു സൺഡേ ആയിരിക്കും. ഇത് 2nd or 3rd of every month ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇന്റൻഷൻ ഇസ് യു ഓൾ ഷുഡ് ബി ഹെൽത്തി. യു ഓൾ ഷുഡ് തിങ്ക് ഹെൽത്തി. യു ഓൾ ഷുഡ് ബി ഹെൽത്തി. നമ്മുടെ അടുത്ത ഏറ്റവും കൂടുതൽ കൺസേൺ ഇസ് അബൌട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരുവിധം മിക്ക ആൾക്കാരും ഒരു 70s 80s ജനിച്ച ആൾക്കാരാണ്. ഈ 70s 80s ജനിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന 40-50 വയസ്സിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ അത്ര അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒന്നും ആയിരുന്നില്ലല്ലോ. നമ്മൾ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലാണ്ട് തന്നെ നമുക്ക് ഇന്ന് അസുഖം വരണ്ടെങ്കിൽ അടുത്ത ജനറേഷന്റെ എന്തായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈല്, എങ്ങനെയാ പോണത്, അവരുടെ ആരോഗ്യം. അപ്പൊ ഓരോ വീട്ടിലെ അമ്മമാരും ഓരോ വീട്ടിലെ അച്ഛന്മാരും നമ്മളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളാണെങ്കിലും വീട്ടിൽ വാങ്ങുന്നതാണെങ്കിലും ഭക്ഷണങ്ങളാണെങ്കിലും ഉറക്കമാണെങ്കിലും നമ്മുടെ ആക്ടിവിറ്റിയിലാണെങ്കിലും 1% നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. അത്ര ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എന്റെ പേജസ് ഫോളോ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് അപ്ഡേറ്റ്സ് ഓൺ ഇറ്റ്. ചെറിയ ചെറിയ ടിപ്സ് ഓൺ നമ്മുടെ ഹെൽത്തി ലിവിങ്ങിനെ ബേസ് ചെയ്തിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്, അതേപോലെ നമ്മുടെ കുക്കിംഗ് പാറ്റേൺസ്, മീൽ സീക്വൻസിങ്, അതേപോലെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വാട്ട് ഓൾ ടു ഈറ്റ്, വാട്ട് നോട്ട് ടു ഈറ്റ്, എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അതേപോലെ കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ വാട്ട് ദേ ഷുഡ് ഹാവ്. ഇത് ഷെയർ ദിസ് ടു മൈ സൊസൈറ്റി. ഇഫ് ദേ ക്യാൻ ടേക്ക് ഇറ്റ് ആൻഡ് അവർക്ക് അത് ഏതെങ്കിലും രീതിയിൽ ഗുണം കിട്ടിയിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അത്രയും മതി. കാരണം അറിവില്ലാണ്ട് എത്രയോ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അറിയണമെന്ന്, പക്ഷെ നിവർത്തിയില്ലാത്ത അവസ്ഥയുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവരുടെ മുമ്പിൽ വരുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഹൂ എവർ വാണ്ടഡ് യു ക്യാൻ ഫോളോ ഇറ്റ്. അത്രയും ഞാനോട് പറയുള്ളൂ. അപ്പോൾ ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. അടുത്ത സെഷൻ നമ്മൾ എപ്പോഴാന്ന് വെച്ചാൽ അനൗൺസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആരാണോ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഗിവിംഗ് യു ദ ഡീറ്റെയിൽസ്. ഐ ഹോപ്പ് ദി സെഷൻ വാസ് ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അടുത്ത സെഷൻസ് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ അറിയട്ടെ. ചെറിയ 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 ഡെയിലി ഹാബിറ്റ്സ്, ചെറിയ 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 ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹൗ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ അടുത്ത സെഷനിലേക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി പേഴ്സണലി ആർക്കെങ്കിലും ഇങ്ങനത്തെ സെഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇതിന്റെ കണ്ടിന്യൂവേഷനെ അടുത്ത സെഷൻ പോകുള്ളൂ. ഇത് ഞാൻ ഇനി ചെയ്തോളണം എന്നില്ല. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആർക്കെങ്കിലും ഇതേപോലത്തെ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്നെ കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും ഗ്രൂപ്പ്സ് കുറച്ച് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ വിൽ ഡു ഇറ്റ് ഫോർ ദം. അപ്പൊ അങ്ങനത്തെ ഒരു സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. താങ്ക് യു ഓൾ ഫോർ സ്പെൻഡിങ് ദിസ്. എല്ലാവരുടെയും പ്രഷ്യസ് ആയിട്ടുള്ള സമയം ഇന്നിവിടെ ഇട്ടതിൽ താങ്ക്സ് എ ലോട്ട്. സോ ദിസ് ഇസ് എൻഡ് ഓഫ് ദ സെഷൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ.